കാണാൻ പാടില്ല. മുഖ്യമന്ത്രി ഇറങ്ങിയ പിന്നെ പുലി ഇറങ്ങിയ മാതിരിയാണ്. വിജയം ആളുകളെല്ലാം ഓടി വീട്ടിലെ അകത്തേക്ക് കയറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് അവസാനിപ്പിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത്? ഊരിപ്പിടിച്ച ആളുകളുടെ ഇടയിലൂടെ നടന്ന ആളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി 40 സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പോകുന്ന പോലീസ് ജില്ലയിലെ 100 കണക്കിന് പോലീസുകാരെ മുഴുവൻ അകമ്പടിയായി നിർത്തിക്കൊണ്ട് കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പക്ഷേ ഈ 42 കാറുകളുടെ അകമ്പടി ആംബുലൻസൊക്കെ മുമ്പുണ്ടായിരുന്നു. ഏതെങ്കിലും മുഖ്യമന്ത്രി വന്നതാണ്. ഏകരണകാലം തിരുവനന്തപുരം നഗരത്തിൽ പൈലറ്റിട്ട് പോയപ്പോൾ അന്ന് ഒരുപാട് ബുദ്ധിജീവികളും സാംസ്കാരിക നായന്മാരൊക്കെ റിപ്പോർട്ട് എതിരായിട്ട് വന്നു. ഒരു പൈലറ്റ് കൊണ്ട് അതുവരെ തിരുവനന്തപുരം നഗരത്തിൽ പൈലറ്റ് ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്ന കരിങ്കൊടി പ്രതിഷേധം കണക്കിലെടുത്ത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി പാലക്കാട്ടേക്ക് എത്തിയത്. ചാലിശ്ശേരിയിലൂടെ കടന്നുപോകുമ്പോൾ രണ്ടിടത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അതും 1.5 കിലോമീറ്റർ ദൂരത്തിനിടയിൽ. ഭൂമി വിട്ട് ആകാശമാർഗം കണ്ടെത്തിയിട്ടും പിണറായി വിജയനെ വിടാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. മാത്രമല്ല, കരുതൽ തടങ്കലെന്ന പ്രധാന നടപടിയും ഇന്ന് യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ഉണ്ടായി. പാലക്കാട്ടും കണ്ണൂരുമായി അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിലെടുത്ത് 6 പ്രവർത്തകരെ. കണ്ണൂരിലും രക്ഷയുണ്ടായില്ല, അവിടെയും കരിങ്കൊടി. മുഖ്യമന്ത്രി ഇങ്ങനെ രക്ഷപ്പെട്ടോടുന്നത് എങ്ങോട്ടാണ്? പ്രതിഷേധം തുടർന്നാൽ ആകാശമാർഗം സ്ഥിരമാക്കുമോ? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഡോക്ടർ ഷിജു ഖാൻ CPM-ന്റെ പ്രതിനിധിയായി ചർച്ചയിലുണ്ട്. AK ഷാനിബ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയാണ് ഇന്ന് പോലീസ് കരുതൽ തടങ്കലിൽ സൂക്ഷിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി അവിടെ പ്രദേശം വിട്ടതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തത്. ശ്രീ ഷിജു ഖാൻ, ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യത്തക്ക വിധം എന്ത് സുരക്ഷാ പ്രശ്നമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ നിരത്തുകളിലുള്ളത്? 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ വളരെ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് 2 സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട സാഹചര്യത്തിൽ ഭരണാധികാരികൾ ഇപ്രകാരമുള്ള മാർഗം സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പരിപാടി തൃത്താലയിലും പിന്നീട് തലശ്ശേരിയിലുമൊക്കെ ചില പ്രധാന പരിപാടികളിൽ അറ്റൻഡ് ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം മാർഗങ്ങൾ സ്വീകരിക്കും. 2 ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി വലിയ നിലയിലുള്ള പോലീസ് വിന്യാസം ഉത്സവങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണാധികാരികൾ അപ്രകാരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടോ അതൊക്കെ ആകാശമാർഗം രക്ഷപ്പെട്ടോടുന്നതാണ് എന്നൊക്കെയുള്ള അങ്ങയുടെ ആ പ്രയോഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സുരക്ഷ തീരുമാനിക്കുന്നത് വളരെ കൃത്യമായ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ്, അതോടൊപ്പം ഇൻ്റലിജൻസ് ബ്യൂറോ, അതോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾ, അങ്ങനെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ബ്യൂറോ, ഇവരുടെയൊക്കെ കൃത്യമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്യൂരിറ്റി അനുവദിക്കുന്നത്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഈ ചാനലിലെ ഈ ബൈറ്റിൽ ശ്രീ VD സതീഷിനൊക്കെ പറഞ്ഞ പോലെ 40-50 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി എല്ലായിടത്തും സഞ്ചരിക്കുന്നു എന്നുള്ളതൊന്നും ശരിയായ അല്ല. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നതാണല്ലോ ശ്രീ ഷിജു ഖാൻ. അതായത് ഒരു പ്രദേശത്തെ മുഴുവൻ പോലീസുകാരും, ഒരു സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും അത്തരം ഡ്യൂട്ടികൾക്ക് നിയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുടനീളമുണ്ട്. ജനത്തെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുടനീളമുണ്ട്. ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഈ പോലീസിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട്, ശിവരാത്രി ഡ്യൂട്ടിയുമായൊക്കെ ബന്ധപ്പെട്ട്, അതുകൊണ്ട് വീണ്ടും പ്രതിഷേധത്തിന് സാധ്യതകൾ കണക്കിലെടുത്ത് അങ്ങനെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ അഭയം തേടിയതാണോ എന്നാണ് എൻ്റെ ചോദ്യം. സംസ്ഥാനത്തുടനീളം അദ്ദേഹം 40 വാഹനങ്ങളുടെയും 50 വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ വാദം തെറ്റാണ്. അത് മലയാള മനോരമയുടെ ഭാഷ്യമാണ് നിങ്ങൾ കടമെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതിൽ എസ്കോർട്ട് ഉണ്ടാവും,
പൈലറ്റ് ഉണ്ടാകും, മുഖ്യമന്ത്രിയുടെ വാഹനവും പിന്നെ ആംബുലൻസും ഫയർ പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട അകമ്പടിയും ഉണ്ടാകും. അതുകൂടാതെ വരുന്ന പിന്നെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പോലീസിൻ്റെയും ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഒക്കെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ബ്ലൂ ബുക്ക് എന്ന് അറിയപ്പെടുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അതിൽ നിഷ്കർഷിക്കുന്ന പ്രകാരമുള്ള സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. അത് ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ മുഖ്യമന്ത്രി പോകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിലയിലുള്ള വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരിക്കും. അതല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് പിന്നെ ചാടി വീഴുക, അതിവേഗത്തിൽ പോകുന്ന വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കല്ലും മറ്റു കാര്യങ്ങളുമൊക്കെ സമാഹരിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള ആഹ്വാനങ്ങൾ സംഭവിച്ചോ കേരളത്തിൽ ഇത്രയും ദിവസമായിട്ട്? ഈ കല്ലെറിയുകയോ ഈ വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ? എത്രയോ സ്ഥലങ്ങളിൽ അതിവേഗത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനം അതിവേഗത്തിൽ പോകുന്ന കാഴ്ചകൾ കാണാം. കരിങ്കൊടി പ്രതിഷേധം കാണാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറഞ്ഞ ജനാധിപത്യപരമായ രീതിയാണല്ലോ. അതിനെ ഒരു അക്രമ സമരമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന പോലീസിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ അത്തരം പിന്നെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മലപ്പുറത്തെ പോലീസ് ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് പിന്നെ 60ഓളം പോലീസ് സന്നാഹം, കമാൻഡോകൾ, തോക്കേന്തിയ കമാൻഡോകൾ. നമ്മൾ പറയുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള അനുഭവം മാത്രം പറഞ്ഞാൽ പോരാ. തോക്കേന്തിയ കമാൻഡോകളുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ച കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ പോലീസും ഇൻ്റലിജൻസ് ബ്യൂറോയും അടക്കമുള്ള സംവിധാനങ്ങൾ നിഷ്കർഷിക്കുന്നത് ആണ് കൊടുക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വാദങ്ങൾ കേട്ട് ഈ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഈ സെക്യൂരിറ്റിയൊക്കെ അങ്ങ് പിൻവലിച്ച് കളയാം എന്നാണ് കരുതുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പഞ്ചാബിലെ പിന്നെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സിദ്ധു മൂസേവാല, അദ്ദേഹത്തിൻ്റെ അനുവദിക്കപ്പെട്ടിരുന്ന സെക്യൂരിറ്റി, നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന സെക്യൂരിറ്റി രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് പിൻവലിച്ചു. അദ്ദേഹം കൊല്ലപ്പെടുകയാണുണ്ടായത്. അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? തീവ്രവാദ ഭീഷണിയുണ്ടെന്ന് സെൻട്രൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതൊന്നും അങ്ങ് അറിഞ്ഞില്ലേ? അതൊന്നും അങ്ങ് വാർത്തയെ കണ്ടില്ലേ? അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ നിരത്തുകളിൽ സുരക്ഷാ ഭീഷണി ഉണ്ട്. തീർച്ചയായിട്ടും. അത് നിങ്ങളിതിപ്പോ എന്തോ പുതിയ കാര്യം എന്നോണം നിങ്ങൾ അറിയുന്നത് പോലെയാണല്ലോ. ഇവിടെ എത്ര വാർത്തകളിലൂടെ വന്നു. ബജറ്റിനൊക്കെ അല്ലല്ല, ബജറ്റിന്റെ അത് സമ്പൂർണമായും തെറ്റ്. മുഖ്യമന്ത്രിക്ക്, പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിലുള്ള മുഖ്യമന്ത്രിക്ക് തീവ്രവാദ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കാനും അതിവേഗത്തിൽ പോകുന്ന വാഹനത്തെ തടയാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ. പിന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങ് ലഘൂകരിക്കുകയാണ്. വിമാനത്തിൽ ക്രിമിനലുകളെ പറഞ്ഞു വിട്ട് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ സന്ദർഭം കേരളത്തിലുണ്ടായി. അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടോ? തിരിച്ചു വരാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാനിബ് ഉണ്ട്. ഷാനിബിനെയാണ് ഇന്നലെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. ഷാനിബ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിന്ന് പോയതിനു ശേഷം ഷാനിബിനെ പോലീസ് വിട്ടുവെന്നാണ് പറയുന്നത്. ഷാനിബ്, എന്തായിരുന്നു ഇന്നലത്തെ ഒരു അനുഭവം? ഈ നേരത്തെ നിങ്ങൾ ഈ പ്രതിഷേധ പരിപാടികളും കരിങ്കൊടി കാണിക്കലും ഒക്കെ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുകയായിരുന്നോ? മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ ഇങ്ങനെ പ്രകടനം നടത്തണം എന്നുള്ളത്? ആദ്യം തന്നെ ഒരു തിരുത്തുണ്ട്. ഇന്നലെ അല്ല, ഇന്ന് പുലർച്ചെയാണ് എന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഇന്ന് രാവിലെ 5:45 ആയപ്പോഴാണ് പോലീസ് വന്നത്. സമയത്ത് ഞാൻ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് പോലീസ് വന്നിട്ട് ബെല്ലടിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഈ രാത്രിയിൽ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പോലും എന്നെ സംബന്ധിച്ച് എന്നെ രാവിലെ ഉറക്കപ്പായയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, പിടിച്ചുകൊണ്ടുപോയി, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കരുതൽ തടങ്കലിൽ വെച്ചു. അതുമായി ബന്ധപ്പെട്ട് എന്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇന്ന് അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ ഇതൊന്നുമല്ല സത്യത്തിൽ. ഈ രീതിയിൽ ഈ ചർച്ചയെ മാറ്റണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആള് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. യഥാർത്ഥത്തിൽ ഈ രാത്രിയിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട ബഡ്ജറ്റിൽ ഇവർ പ്രഖ്യാപിച്ച കൊള്ളക്കെതിരെയാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത്. രഞ്ജിത്ത് നേരത്തെ ഷിജുഖാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ട് ചോദിച്ചതുപോലെ ഈ ബഡ്ജറ്റിന് ശേഷമാണ്
കേരളത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ബഡ്ജറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, ഞാൻ ഓരോന്നായി എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ ഒരു നികുതി കൊള്ളയ്ക്ക് ഒരു സർക്കാർ നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ അതെല്ലാം കേട്ട് മിണ്ടാതിരുന്ന് എല്ലാം അനുസരണയോടുകൂടി എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ ഇത് രാജഭരണമല്ല എന്ന ഒരു മിനിമം ബോധമെങ്കിലും മുഖ്യമന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ആളുകൾക്കും ഉണ്ടാവണം. ഏതെല്ലാം മേഖലയിലാണ് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന വിധത്തിലുള്ള നികുതി വർധനവും നികുതി കൊള്ളയും ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഇടതു ഭീകരത ഈ കേരളത്തിൽ ഇങ്ങനെ. രാവിലെ പോലീസ് എത്ര പോലീസുകാർ വന്നാണ് പിടിച്ചോണ്ട് പോയത്? അവിടെ ഒരു 6-7 പോലീസുകാരുണ്ടായിരുന്നു. 2-3 പോലീസുകാരാണ് വീട്ടിലേക്ക് വന്നത്. പോലീസുകാര് വീട്ടിലേക്ക് വന്നതിന് ശേഷം കൂടെ വരണം എന്ന് പറഞ്ഞു. കൂടെ വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അതൊരു കരുതൽ തടങ്കൽ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ കരുതൽ തടങ്കൽ എന്ന് പറയുമ്പോൾ അത്രമേൽ ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പ് പ്രകാരമുള്ള അത്രയും ഗുരുതരമായ ഒരു കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യണം. ഇവിടെ ബഹുമാനായ മുഹമ്മദ് ഷാ ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹം അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പറയും എന്നുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായ ഒരു കുറ്റം ചെയ്യുന്ന ആളുകളെയാണ് കരുതൽ തടങ്കലിൽ വെക്കേണ്ടത്. ഇവിടെ എന്ത് ഗുരുതരമായ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത്? മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ കരിങ്കൊടി കാണിക്കുക, പ്രതിഷേധിക്കുക എന്നുള്ളത് പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ അവകാശമുള്ള ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ പോലീസുകാർ രാവിലെ തന്നെ വന്നു, എന്നോട് കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ കരുതൽ തടങ്കല എന്ന് പറഞ്ഞു. ഞാൻ അറസ്റ്റിനെ തടയാൻ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ നിന്നാൽ സ്വാഭാവികമായും അവിടെ ബലപ്രയോഗം ഉണ്ടാകും. ഞാനൊരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും, വീട്ടുകാർക്ക് ആ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ ഒരു ഭീകരവാദിയെ കൊണ്ടുപോകുന്നത് പോലെ അതിരാവിലെ വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന ധാരണ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകണം എന്ന തരത്തിൽ തീരുമാനമെടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഷിജു ഖാൻ. അതായത് ഈ അസാധാരണ സാഹചര്യങ്ങളിലല്ലാതെ ഇത്തരം കരുതൽ തടങ്കലുകൾ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ പരമോന്നത കോടതി തന്നെ ഉത്തരവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ആളുകളെ കരുതൽ തടങ്കലിലാക്കുക, 6ഓളം പേരാണ് യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെയാണ് ഈ കണ്ണൂരും പാലക്കാട്ടുമായി കരുതൽ തടങ്കലിലാക്കിയത്. അതിൻ്റെയൊക്കെ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടോ, നമ്മുടെ നിരത്തുകളിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ആവശ്യത്തിന് പോലീസുകാരുണ്ടല്ലോ, അവരെ പ്രതിഷേധിക്കുന്നവരെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് അടുക്കാതെയൊക്കെ തടയുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അത്രയുമൊക്കെ പോരെ എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ ആ സുരക്ഷയെ സംബന്ധിച്ച് നിങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകൻ വളരെ ലഘുവായും ലളിതമായും കാണുന്നതിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ് IBയും സ്റ്റേറ്റ് പോലീസും അതോടൊപ്പം സെൻട്രൽ സംവിധാനങ്ങളും അടക്കം തയ്യാറാക്കുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരമുള്ള സുരക്ഷ ഏർപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടി ഈ സുരക്ഷയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ വളരെ അപകടകരമാണ്. നിങ്ങൾ ഈ ചർച്ചയിലുടനീളം കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും അവരുടെ സമരങ്ങളെയും ഒക്കെ മഹത്വവൽക്കരിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. അല്ല, ദയവേത് കേൾക്കൂ, ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ തുടക്കം മുതൽ അപ്രകാരമുള്ള ഒരു കോൺഗ്രസിന്റെ മുൻ MLAയുടെ നേതൃത്വത്തിൽ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നതിൻ്റെയും അത്തരം വാട്സപ്പ് ചാറ്റുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള സുരക്ഷാ ഭീഷണികൾ പലതും ഉണ്ട് എന്ന വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും വ്യക്തിപരമായി ഗവൺമെന്റോ വ്യക്തിയോ തീരുമാനിക്കുന്ന മാത്രമല്ല, ഇതൊക്കെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ കരുതൽ തടങ്കലാണ്. സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയമായിട്ട് CPIMോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ തീരുമാനമെടുത്ത് ഇന്നയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനൊന്നും തീരുമാനിക്കുന്നതല്ല. അത് ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണത്തിന്റെയും പരിശോധനയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്രകാരം നടപടികളിലേക്ക് കടക്കുന്നതാണ്. അത് പോലീസാണ് അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ വിമാനത്തിൽ വെച്ച് നടന്ന ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെ അടക്കം കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ കാണണം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും മലപ്പുറത്തെ IRB ക്യാമ്പിൽ നിന്ന് 60ഓളം പോലീസുകാർ, തോക്കേന്തിയ പോലീസുകാർ, കമാൻഡോകൾ, ഇവരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. രാഹുൽ ഗാന്ധി ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല. അദ്ദേഹം വയനാട്ടിൽ വന്നപ്പോൾ
പോലീസ് നൂറുകണക്കിന് പോലീസ് സുരക്ഷ കൊടുത്ത് ഏറ്റവും നല്ല നടപടിയാണ്, ഏറ്റവും നല്ല സുരക്ഷയാണെന്ന് പറഞ്ഞ മാധ്യമങ്ങളാണല്ലോ ഇപ്പോൾ പിണറായി വിജയൻ പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അപ്രകാരം സുരക്ഷ എടുക്കുമ്പോൾ ഷാനിബ് കൈ കാണിക്കുന്നു. ഷാനിബിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷ ആവശ്യമാണ്. കാരണം അദ്ദേഹം ഭരണഘടനാ പദവി ഇരിക്കുന്ന ആളാണ്. സുരക്ഷാ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുടെ അടക്കം നിർദ്ദേശമുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ ബ്ലൂ ബുക്കിൽ പറഞ്ഞ പ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. അതാണ് ഷിജു ഖാന്റെ വാദം. അത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഒരു മുഖ്യമന്ത്രി, പ്രധാനപ്പെട്ട പദവിയിരിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം തന്നെയല്ലേ? ഷിജു ഖാന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുന്നത്, ഷിജു ഖാൻ പറഞ്ഞൊരു വാദം, മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്, ഏതോ തീവ്രവാദ മേഖലയിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണിയുണ്ട്, അതൊക്കെ വാർത്ത വന്നിരുന്നു, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, അതുകൊണ്ട് സുരക്ഷ കൊടുക്കുന്നു. ആ സുരക്ഷ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഷിജു ഖാൻ പറഞ്ഞത്. ആ സുരക്ഷ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഇപ്പോൾ നടത്തുന്നത്? CRPCയിലെ സെക്ഷൻ 151 പ്രകാരമാണ് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്തുന്നത്. ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്തുമ്പോൾ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ, അതായത് ഒരു തീവ്രവാദി ഭീഷണിയാണുള്ളതെങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്തി, അതിന് സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തിയൊക്കെ അല്ലേ അങ്ങനെ ഒരു ഭീഷണിയാണെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്തുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് മറ്റൊരു കാര്യമാണ്. ആ സുരക്ഷയും ഇതുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യം തർക്കമൊന്നുമില്ല. അത് ആ ഭീഷണി എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ബോധ്യപ്പെടണം. ഇവിടെ നടന്നത് എന്താണ്? ഇവിടെ ഒരു ബഡ്ജറ്റ് വന്നതിന് ശേഷം ബഡ്ജറ്റിൽ ജനവിരുദ്ധമായ ജനങ്ങൾക്ക് എന്താ പറഞ്ഞ അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ബഡ്ജറ്റ് പ്രൊവിഷൻസ് വന്നു. അതിനെതിരെ സമരം ചെയ്യൽ പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്. അത് പ്രതിപക്ഷത്തൊരു ജനാധിപത്യ സംവിധാനത്തിൽ അത് UDF അധികാരത്തിൽ നിന്ന് ഇതുപോലെ ചെയ്താൽ LDFകാർ സമരം ചെയ്യണം. കാരണം ജനങ്ങളുടെ ഈ സമരത്തിനെങ്കിലും പേടിച്ചിട്ട് ഈ ഇത്ര ഒപ്രസീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഷിജു ഖാൻ ഒരിക്കലും പറയില്ല ഒരു പക്ഷേ ബഡ്ജറ്റിലൊക്കെ ഇങ്ങനെ ജനവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ സമരം ചെയ്യാൻ പാടില്ല എന്ന് ഷിജു ഖാനോട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. കാരണം അവർ സമരം ചെയ്തവരാണ്, സമരം ചെയ്യേണ്ടതുമാണ്. അങ്ങനെ പറയാൻ ആർക്കും സാധിക്കില്ലല്ലോ. തിരിച്ച് കോൺഗ്രസ്സുകാർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി കരിങ്കൊടി കാണിക്കുന്നു. ഈ കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ CRPCയുടെ സെക്ഷൻ 151 ഇൻവോക്ക് ചെയ്യുന്നു. അവിടെയാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനെയൊക്കെ നമ്മൾ കാണേണ്ടത്. അതായത് 151 CRPC ഇൻവോക്ക് ചെയ്യുമ്പോൾ അതിന് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയുടെ 21ാം അനുച്ഛേദ പ്രകാരം റൈറ്റ് ടു ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണമില്ലാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ CRPCയുടെ 151 എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പോലീസിനൊരു ബോധ്യമാണ്. ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശത്തെയാണ്. എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പോലീസിന് അങ്ങ് തോന്നുകയാണ് ഇയാളെ CRPC 151 പ്രകാരം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്കണമെന്ന് വെറുതെ തോന്നിയാൽ പോരാ. ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുക്കുമ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വേണം. അതിൻ്റെ റീസൺ എന്താണ്? ഈ നമ്മൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എടുത്തിരിക്കുന്ന ആൾക്ക് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അപകടകരമായി എന്തെങ്കിലും പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ള ആളാണോ എന്ന പരിശോധന നടത്തണം. ഇവിടെ ഷിജു ഖാൻ പറഞ്ഞപ്പം ഈ ഫ്ലൈറ്റിലൊക്കെ പോയപ്പോൾ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടി കോൺസ്പിറസി നടത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു FIRലൊക്കെ അങ്ങനെ എഴുതി വെക്കാം. പോലീസിൻ്റെ വെർഷൻ എഴുതി വെക്കാം. നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് കോൺസ്പിറസി നടത്തി പോയെന്നല്ല. അവിടെയും അവർ കാണിച്ചത് ഒരു കരിങ്കൊടി കാണിക്കലാണ്, ഒരു പ്രതിഷേധം കാണിക്കലാണ് ചെയ്തത്. അതൊരു അപായപ്പെടുത്തലായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ തന്നെ കരിങ്കൊടിയുമായി ഇപ്പോൾ ഇറങ്ങുന്ന ആളുകളൊക്കെ അപായപ്പെടുത്തലല്ല, അവർ പ്രതിഷേധം കാണിക്കലാണ്. അപ്പോൾ അപായപ്പെടുത്തും എന്ന് തോന്നലുള്ളപ്പം മാത്രം ഇൻവോക്ക് ചെയ്യേണ്ട പ്രൊവിഷൻ, അത് ഇൻവോക്ക് ചെയ്യേണ്ടത് ആർക്കെതിരെയാണ്? അത്തരം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കെതിരെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്. അത് ദുരുപയോഗം ചെയ്യുന്നു. ആ ദുരുപയോഗം ചെയ്യുമ്പോൾ ഒരു ഓട്ടോക്രാറ്റിക് ലൈനാണത്. അത് നമ്മളിപ്പോൾ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇപ്പോൾ കല്ല് പെറുക്കി എറിഞ്ഞു എന്ന് നേരത്തെ ചോദിച്ചപ്പോൾ ഒരു കല്ലെറിഞ്ഞു നമുക്കറിയില്ല. അതൊക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അതൊക്കെ പോലീസിന്റെ വിവേചന അധികാരത്തിൽപ്പെട്ടതല്ലേ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? കാരണം ഈ പറഞ്ഞ ഷാനിബൊക്കെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയെ തടയുക, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ചെല്ലുക, തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ടാവാം. രാവിലെ 5:45 ഷാനിബ് വീട്ടിൽ നിന്ന് കുളിച്ചിറങ്ങിയെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കാം. അത്തരം റിപ്പോർട്ടുകളൊക്കെ പോലീസിന് കിട്ടിക്കാണാം. അത് ഇൻസഫിഷ്യൻ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ സെക്ഷൻ 151 ഇൻവോക്ക് ചെയ്യാൻ അത് ഇൻസഫിഷ്യൻ്റ് ആണ്.
ഷാനിബിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഷാനിബിനോട് തന്നെ ചോദിച്ചോളൂ. ഷാനിബിന്റെ ഇതുവരെയുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉള്ള ഒരാളാണോ? എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പല ആളുകളെ കുറിച്ചും ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അങ്ങനത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്നു. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിൽക്കുമ്പോൾ അവർ പ്രതിപക്ഷത്തായതുകൊണ്ട് സമരം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന ആളുകളായിരിക്കാം സമരത്തിന് വരാൻ പോകുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അവരെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ. നമ്മളിത് വളരെ ലൈറ്റായിട്ട് കാണരുത്. 1 മണിക്കൂർ പോലും ഒരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വെക്കുമ്പോൾ ഒരു കുറ്റവും ചെയ്യാതെയാണ്, കുറ്റം ചെയ്തേക്കുമെന്ന തോന്നലാണ്. അവിടെയാണ് സുപ്രീം കോടതി പറഞ്ഞത് കുറ്റം ചെയ്തേക്കുമെന്ന അപ്രിഹെൻഷനിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നിങ്ങൾ നോക്കേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അത് പരിഗണിക്കാതെ ഒരു മനുഷ്യന്റെ റൈറ്റ് ടു ലൈഫിനെ ഇന്നിപ്പോൾ ഷാനിബ് നിങ്ങൾ പറയുന്നു ഇന്നതിനു വേണ്ടി ഒരുങ്ങിയിറങ്ങുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ ഇറങ്ങിയത് ഒരു ഹോസ്പിറ്റലിൽ പോകാനാണ്, അല്ലെങ്കിൽ അത് അമ്മയോ അച്ഛനെയോ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ്. കഴിഞ്ഞ ദിവസം ഒരാളുടെ അങ്ങനെ വന്നിരുന്നു. ഇന്ന പർപ്പസിന് വേണ്ടിയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ഇദ്ദേഹം അബദ്ധവശാൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ടുണ്ടാവും, അദ്ദേഹത്തിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് നിനക്ക് പ്രിവെന്റീവ് ഡിറ്റൻഷനാണ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് എത്രത്തോളം ഡാമേജിങ് ആണെന്നറിയാമോ? എത്ര ബുദ്ധിമുട്ടി, എത്രത്തോളം ചർച്ച ചെയ്തിട്ടാണ് ഈ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനോ പ്രിവെന്റീവ് ഡിറ്റൻഷനെയൊക്കെ ഇത്തരം സംഭവിക്കാതിരിക്കേണ്ട ചർച്ചകൾ നടത്തിയിട്ട് ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 ഈ 22 ഒക്കെ എഴുതി ചേർത്തെന്നറിയാമോ? അപ്പോൾ അതൊക്കെ ദുരുപയോഗം ചെയ്തു തുടങ്ങിയാൽ, ഒരു ഓട്ടോക്രാറ്റിക് ചിന്താഗതി വന്നു തുടങ്ങിയാൽ അത് അപകടകരമായ. തീർച്ചയായും ഷാനിബിനോട് ചോദിക്കാം. ഷാനിബ്, ഇന്ന് ഈ നേരത്തെ തന്നെ നിങ്ങൾ ഇത് ആസൂത്രണം ചെയ്തിരുന്നോ, ഇങ്ങനെ മുഖ്യമന്ത്രി വരുമ്പോൾ കരിങ്കൊടി കാണിക്കണമെന്നുള്ളതും? നേരത്തെ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ ആണോ ഷാനിബ്? അല്ല, ഞാൻ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. കഴിഞ്ഞ ഒരു നിരവധി വർഷക്കാലമായിട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഷേധത്തിന്റെ ഭാഗമായും ഈ തൃത്താലയിലും ഈ പാലക്കാട് ജില്ലയിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. ഈ സമരവും ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഞങ്ങൾ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം UDF-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ എടുത്തിട്ടുള്ള തീരുമാനമാണ്. ആ പ്രതിഷേധത്തിന്റെ രൂപം ഓരോ ദിവസവും ഓരോ രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ ഇപ്പോ കരിങ്കൊടി കാണിക്കാൻ തന്നെയാണ് ഞാൻ പുറപ്പെട്ട് ഇറങ്ങിയത് എന്ന് തന്നെ വയ്ക്കുക. ഈ കരിങ്കൊടി കാണിക്കുക എന്ന ഒരു ആക്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരാളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയോ? അത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണോ ഈ കരിങ്കൊടി കാണിക്കുക എന്നുള്ളത്? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ കേസിലും ഞാൻ പ്രതിയല്ല. ഞാൻ മാത്രമല്ല, നേരത്തെ ഷിജുഖാൻ സൂചിപ്പിച്ചു, വിമാനത്തിൽ പ്രതിഷേധം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ്. പച്ചക്കള്ളം ഒരു ചാനലിൽ വന്നിരുന്ന് ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കുറിച്ച് അയാൾ ക്രിമിനൽ കേസുകളിൽ 40ഓളം ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് എന്നൊരു പച്ചക്കള്ളം പറയാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഈ അദ്ദേഹത്തിനെതിരെ അത്തരത്തിൽ ഒരു കേസും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കെതിരെയൊക്കെ കേസുകളുണ്ട്, 40ഉം 60ഉം കേസുകളുണ്ട്. അതെല്ലാം രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലൊക്കെ വന്ന കേസുകളാണ്. അല്ലാതെ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ തീവ്രവാദ ഭീഷണി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആള് ഞാനാണോ? എന്റെ പേര് ഷാനിബ് എന്നായതുകൊണ്ടാണോ തീവ്രവാദ ഭീഷണിയുള്ള മുഖ്യമന്ത്രി ചാലിശ്ശേരിയിൽ വരുമ്പോ, ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അതിന്റെ കാരണം എന്താണ്? തീവ്രവാദ ഭീഷണി ഉണ്ട് എന്ന് ഷിജുഖാൻ പറയുമ്പോൾ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടയാൾ ഞാനാണ് എന്ന് എങ്ങനെയാണ് ഇവർ തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള അറസ്റ്റുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൊണ്ടൊന്നും ഈ പ്രതിഷേധത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷെ ഈ ചർച്ച കുറച്ചു നേരത്തേക്കെങ്കിലും ഈ ചർച്ച വഴിമാറ്റുക എന്നതാണ് മുഖ്യമന്ത്രിയും CPM-ഉം ആഗ്രഹിക്കുന്നതെങ്കിൽ. ശ്രീ ആനന്ദ് കൊച്ചുകുടി, നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിരവധി പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട്. സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്യേണ്ടതുണ്ട്, നിരവധി പരിപാടികളുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു കണ്ണൂരിൽ. ഇങ്ങനെ പോകുന്നിടത്തെല്ലാം മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാടാൻ ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തും. നമുക്കറിയാം, അപകടകരമായ സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് മുന്നിൽ, അത് കുതിച്ചു പായുന്ന വണ്ടിക്ക് മുന്നിലേക്ക് ചാടുകയൊക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായും അതൊക്കെ തടയേണ്ട ബാധ്യത പോലീസിനുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ആ തരത്തിലുള്ള വിശദീകരണം ആ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ല, ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ ചില നമ്മുടെ കുട്ടികളുണ്ട്, അവർ ഈ കോളേജിൽ പോയി അവർ റാഗിങ്ങിന് വിധേയരാകുമ്പോൾ ഈ റാഗിങ്ങിന് വിധേയരായ കുട്ടികളായിരിക്കും അടുത്ത ബാച്ചിൽ റാഗിങ്ങിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് നിയമസഭയിൽ ചോരയൊക്കെ പുരണ്ട ഷർട്ടുമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന് നേരിട്ട തിക്താനുഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ, ഘോരഘോരം പ്രസംഗിക്കാൻ വന്നിട്ടുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ.
അദ്ദേഹത്തിന് ആ ഒരു മെന്റാലിറ്റി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബുള്ളിയിങ് ചെയ്യുന്ന ഇതുപോലെ റാഗിങ് ചെയ്യുന്ന ആൾക്കാർ അത് ഒരു ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് സാധാരണ ഒരു മനഃശാസ്ത്രപരമായ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതുപോലെ എന്തെങ്കിലും ഉള്ള ഒരു കുഴപ്പമുണ്ടാകും. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര എന്താണ് ഇങ്ങനെ ഒരു ജനാധിപത്യ രാഹിത്യ രീതിയിൽ ഇങ്ങനെ കേരളത്തിലെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ, ഇതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, എന്നിട്ട് ഇവിടെ CPM-ന്റെ ന്യായീകരണത്തിന് വന്ന് നേതാക്കൾ പല കാര്യങ്ങളും പറയും. പ്രഭാവർമ്മ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇതുപോലെ ഒരു മാസത്തേക്ക് ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ അന്ന് പ്രഭാവർമ്മ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇത് എൻ്റെ സുരക്ഷയെ കരുതി ഉദ്യോഗസ്ഥന്മാർ അവർ സ്വയം ചെയ്യുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇതൊക്കെ അരങ്ങേറുകയാണ്. നമ്മളൊക്കെ വിശ്വസിക്കണം ഇവർ പറയുമ്പോൾ. അതായത് ഇത് മുഖ്യമന്ത്രി അറിയാതെ ഈ കേന്ദ്ര ഏതോ ഏജൻസികളോ സംസ്ഥാന ഇന്റലിജൻസും ഒക്കെ പറഞ്ഞിട്ടാണത്രേ. സംസ്ഥാന ഇന്റലിജൻസിന്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ഇത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. ഇന്നാളൊരു വിജിലൻസിന്റെ മേധാവിയെ മാറ്റിയിട്ട് അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റിയ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ഈ സംസ്ഥാന വിജിലൻസിന്റെ കാര്യം വളരെ പരിതാപകരമാണ്. അത് പോട്ടെ, അത് കഴിഞ്ഞ ടേമിൽ ജേക്കബ് തോമസൊക്കെ പല ഈ കൂട്ടിലടച്ച തത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ നടക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ അതാണ് പറയുന്നത്, ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ നടക്കട്ടെ. അപ്പോൾ പിന്നെ ചെറിയ ഡിസ്റ്റൻസുകൾക്കാണ് ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടതുള്ളൂ. ആകാശത്തോടി നടക്കട്ടെ. അപ്പോൾ ആകാശത്തോടി നടക്കുമ്പോൾ ജനങ്ങളെ കാണണ്ട. അല്ല, ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ സമരം നടത്തുന്നത് ബജറ്റില് ടാക്സ് കൂട്ടിയതിനെതിരെയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഹെലികോപ്റ്റർ യാത്രയും പൊതുഖജനാവിൽ നിന്നാണ് ആ ചെലവ് വരേണ്ടത്. ജനങ്ങളടക്കിയ നികുതി പണമാണ്. സ്വാഭാവികമായി ഇത് ഇങ്ങനെ ഇവർ പ്രതിഷേധിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ യാത്ര തുടർന്നാൽ അതുണ്ടാക്കുന്ന നഷ്ടം ചെറുതായിരിക്കില്ല സംസ്ഥാനത്തിന്. അതിന് രഞ്ജിത്തിന് തോന്നുന്നുണ്ടോ ഇവർക്ക് ഈ ചെറിയ നഷ്ടങ്ങളൊക്കെ ഈ എക്സ്ചക്കറിനുണ്ടാകുന്ന നഷ്ടം എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും കാര്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഈ ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂള് റെനോവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടല്ലോ. പണ്ട് കെ കരുണാകരൻ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് പണിതതിനെ കുറിച്ച് ആക്ഷേപിച്ച് നടന്ന ഈ കുട്ടി DYFIക്കാരൊക്കെ ഇപ്പോൾ മൂത്ത് സഖാക്കളായപ്പോൾ അവർക്ക് അതൊക്കെ ന്യായീകരിക്കാൻ അവർക്ക് ഇറങ്ങിത്തിരിക്കാൻ ഒരു മടിയുമില്ല. അന്ന് കരുണാകരന്റെ പട്ടിയെ കുളിപ്പിക്കാനാണോ എന്നൊക്കെ, അല്ല ഞങ്ങൾ വന്നാൽ പട്ടിയെ കുളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ഇപ്പം ആരുടെ പട്ടിയാണോ കുളിപ്പിക്കുന്നത്? അപ്പോൾ അവിടെ കാലിത്തൊഴുത്ത് പണിയുന്നു, ലിഫ്റ്റ് പണിയുന്നു. ഇവിടെ ഏതൊക്കെ തരത്തിൽ എത്ര വണ്ടികളാണ് ഇവിടെ ഈ വാങ്ങിച്ചു കൂട്ടുന്നത്. പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുത്തേക്കാണ്. അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാമെന്ന്. ഇത് ഏറ്റവും വലിയ എനിക്ക് ഇതിൽ ഏറ്റവും ഇത്രയും ഹാർഷായിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഇത്രയും പരുഷമായിട്ട് സംസാരിക്കുന്നതിന്റെ കാര്യം ഇവിടെ നമ്മുടെ നാട്ടിൽ കുറെ സാംസ്കാരിക നായകർ ഉണ്ടല്ലോ. നായ-ഗർ എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം അവരുടെയൊക്കെ നിലവാരം ഇത്രയും ഈ നമ്മുടെ ഈ സിവിൽ സൊസൈറ്റിയാണ് കേരളത്തെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം. പണ്ടൊക്കെ ഉത്തരേന്ത്യയിൽ ഡൽഹിയിലൊക്കെ ഇതുപോലെയുള്ള വാഹന വ്യൂഹങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല. ഞങ്ങളുടെ നാട്ടിൽ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും MLA-മാരാണെങ്കിലും അവരൊക്കെ ജനങ്ങൾക്കിടയിൽ നടക്കുന്നവരാണെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ അത് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഒരു കാലത്ത് പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെന്ന്. കാരണം ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ അതിനേക്കാൾ ഭീകരമാണ് കേരളത്തിൽ. ഇവിടെ നമ്മുടെ സാംസ്കാരിക നായകർ ഈ ചെരുവിലൊക്കെ കിടന്ന് മലന്ന് തുപ്പുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊന്നും കാണാനില്ല. അവര് ഈ കവികളും നിമിഷ കവികളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവരാരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കാണുന്നില്ല. എന്താണ് കേരളത്തിൽ ഇത്രയും ജനാധിപത്യ രാഹിത്യം എങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് പ്രതികരണ ശേഷിയിൽ ഈ കോൺഗ്രസ്സുകാരെ ഒന്നിനും കൊള്ളാത്തതുകൊണ്ടാണ്. ഇവർക്ക് കരിക്കൊടി കാണിക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണ്. CPM-കാരാണെങ്കിൽ ഇപ്പോൾ എന്ത് കാണിച്ചേനെ? പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞ ആൾക്കാർ ഇപ്പോൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്? ചിലർ AKG സെന്ററിൽ ഉൾപ്പെടെ ഇരിപ്പുണ്ട്, അറിയാമല്ലോ. അപ്പൊ പിന്നെ ഈ ആ കാര്യമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ വരുന്നവരെ അവരോട് എന്തുത്തരം പറയാനാണ്? ഇവിടെ ജനാധിപത്യ സ്വഭാവമില്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മൾ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കരിങ്കൊടി പ്രതിഷേധം കാണുന്നുണ്ട്. അത് ഒരു സമരത്തിന്റെ ഭാഗമാണ്. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമര പ്രഖ്യാപനമാണ്. അത് ഇനി തുടരും ചെയ്യുന്നവർ പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടാകാം, സുരക്ഷാ ഭീഷണി ഉണ്ടാകാം. ഈ
കരുതൽ തടങ്കൽ എന്നൊക്കെ പറയുമ്പോൾ അതല്പം കടന്ന കൈയായി പോകില്ലേ? അങ്ങനെ ഏകാധിപത്യപരമായ ഈ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അതെന്തിന്റെ സൂചനയാണെന്ന് ചോദിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് ഷാ നിയമവിദഗ്ധൻ എന്ന ലേബലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആങ്കറുടെ ഒരു നിഷ്കളങ്കത കൊണ്ടായിരിക്കും. അല്ല, ദയവിത് കേൾക്കൂ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങക്ക് പറയാം. മുഹമ്മദ് ഷാ ആരാണെന്ന് ആങ്കർ എന്ന നിലയിൽ അങ്ങയ്ക്ക് അറിയാതെ പോകുന്നത് അങ്ങയുടെ നിഷ്കളങ്കത കൊണ്ടാകാം. മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷക സംഘടനയുടെ നേതാവും മുസ്ലിം ലീഗിൻ്റെ വക്താവുമാണ് മുഹമ്മദ് ഷാ. ദയവിത് സുഹൃത്തെ കേൾക്കൂ. അപ്പോൾ മുഹമ്മദ് ഷായെ മുസ്ലിം ലീഗ് എന്ന് എഴുതി വെക്കാൻ നിയമവിദഗ്ധനുമായിക്കോട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ചോദ്യം ചെയ്തില്ല. നിങ്ങൾക്ക് കേരളത്തിൽ നിയമരംഗത്ത് മാത്രം വൈദഗ്ധ്യമുള്ള ഒട്ടേറെ പേരെ ലഭിക്കുമ്പോഴും നിങ്ങൾ മുഹമ്മദ് ഷായെ കൊണ്ടിരുത്തി മുഹമ്മദ് ഷാ നിയമവിദഗ്ധനാണെന്ന സ്വതന്ത്ര ലേബൽ ചാർത്തി കൊടുക്കുന്നത് മുഹമ്മദ് ഷായുടെ UDFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വാദങ്ങളെ സ്വതന്ത്ര നിയമവിദഗ്ധൻ എന്ന സാധൂകരണം കിട്ടുന്നതിന് വേണ്ടിയാണോ? അങ്ങനെ ആങ്കർ എന്ന നിലയിൽ നിങ്ങൾ എന്തിനു മറച്ചു വെക്കണം? ന്യൂസ് 18 എന്തിനു മറച്ചു വെക്കണം? മുഹമ്മദ് ഷായുടെ ഞാൻ പറഞ്ഞു തീർത്തില്ല. മുഹമ്മദ് ഷായുടെ അല്ല, തെറ്റാണ്. മുഹമ്മദ് ഷായുടെ ഐഡന്റിറ്റി ന്യൂസ് 18 മറച്ചു വെക്കുന്നത് നിങ്ങളുടെ അജണ്ട കൊണ്ടാണ്. മുഹമ്മദ് ഷാ മുസ്ലിം ലീഗാണ്. അദ്ദേഹം മുസ്ലിം ലീഗാണെന്ന് സ്വയം സ്ഥാപിച്ച് തന്നെ സംസാരിക്കട്ടെ. അതിനെന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഒരു സ്വതന്ത്ര നിയമവിദഗ്ധൻ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്നത്? അത് കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ന്യൂസ് 18 ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ എഴുതൂ. മുഹമ്മദ് ഷാ റൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എനിക്കറിയാം. അങ്ങനെ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട്, ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ടി വി ചർച്ചയിൽ വന്നാൽ അത് തുറന്നു കാട്ടേണ്ടി വരും മുഹമ്മദ് ഷാ. രണ്ടാമത്തെ വിഷയം അപ്പൊ മുസ്ലിം ലീഗ് എന്ന് എഴുതി വെക്കണം. കേരളീയ സമൂഹം ചർച്ചയിൽ മുഹമ്മദ് ഷായെ പോലെ മുസ്ലിം ലീഗിന്റെ അറിയപ്പെടുന്ന വക്താവിന് നിയമവിദഗ്ധന്റെ മാത്രം മാതൃകയാണ്. അങ്ങനെ തന്നെ പറഞ്ഞോളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ വിഷയം, അപ്പൊ മുഹമ്മദ് ഷായുടെ സ്റ്റാൻഡ് കൃത്യമായും മുഖ്യമന്ത്രിയെ തടയാനും മുഖ്യമന്ത്രിയെക്കെതിരായിട്ട് ആക്രമിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെയും സ്റ്റാൻഡാണ്. അതാണ് പ്രധാനം. നിയമം രണ്ടാമത്തെ കാര്യം, ഞാനതിലേക്ക് വരാം. രണ്ടാമത്, ഈ വിമാനത്തിനകത്ത് നടന്ന ആക്രമണത്തെ എത്ര ഭംഗിയായി ലഘൂകരിച്ചുകൊണ്ടും എത്ര ഭംഗിയായി ന്യായീകരിച്ചുകൊണ്ടും മുഹമ്മദ് ഷാ അഭിപ്രായം പറഞ്ഞു. എന്താ, മുഹമ്മദ് ഷാക്ക് സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ നിയമങ്ങൾ അറിയില്ലേ? അന്താരാഷ്ട്ര വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയില്ലേ? ഒരു വിമാനത്തിൽ ഇപ്രകാരമുള്ള ആക്രമണം ഇന്ത്യയിൽ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിലോ ലോകത്തോ ഒക്കെ നടത്തുന്ന അതീവ സുരക്ഷിതമായ ഒരു ചലനം പോലും വിമാനത്തെ ബാധിക്കുന്ന വിമാനത്തിനകത്തു വെച്ച് നടന്ന ഈ ആക്രമണം അത് ആക്രമണമല്ലെന്നും അത് മറ്റെന്തോ കാര്യമാണെന്നും ഒക്കെ പറയുന്ന നിങ്ങളുടെ നിയമ വൈദഗ്ധ്യം, സിവിൽ ഏവിയേഷൻ നിയമവും അന്താരാഷ്ട്ര വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ട നിയമത്തിനുമൊക്കെയുള്ള അങ്ങയുടെ വൈദഗ്ധ്യം കേരളീയ സമൂഹം കേൾക്കണം. മൂന്നാമത്തെ കാര്യം, ഇതൊക്കെ വിമാനത്തിനകത്ത് ഇപ്രകാരം ആക്രമണം നടത്തുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഈ വിമാനത്തിനകത്ത് നടത്തിയ ആളുകൾ വളരെ മാന്യന്മാരും വളരെ മിതഭാഷികളുമാണ്. 19 കേസുകൾ, വധശ്രമം അടക്കമുള്ള കേസുകൾ, ഗുണ്ടായിസം അടക്കമുള്ള കേസുകൾ, കുട്ടികൾക്കെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ് അവിടെ ഇപ്രകാരം ആക്രമണത്തിന് സന്നദ്ധരായത്. അവരെ എല്ലാം ന്യായീകരിച്ചെടുക്കാൻ മുഹമ്മദ് ഷാ നടത്തുന്ന പരിശ്രമം ഗംഭീരമായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞ മാധ്യമപ്രവർത്തകന്റെ സ്റ്റാൻഡാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ്റെതും സ്വതന്ത്രമായ സ്റ്റാൻഡൊന്നും അല്ല, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ഞാനതിൽ ഇടപെടുന്നില്ല. അദ്ദേഹം ഉന്നയിക്കുന്നത് ഞാൻ റൈസ് ചെയ്ത പോയിന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള, ഇന്ത്യ മഹാരാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. നിർഭാഗ്യവശാൽ നിങ്ങൾ അതിലേക്ക് പോയില്ല. പോലീസിന്റെ, ഇന്റലിജൻസിന്റെ, NSGയുടെ അടക്കമുള്ള സംവിധാനങ്ങളുടെ പരിഗണനയിൽ വരുന്ന നിയമവ്യവസ്ഥയാണ്. ബ്ലൂ ബുക്കും യെല്ലോ ബുക്കും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി ഒരു മുഖ്യമന്ത്രിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ കയ്യടി കിട്ടുന്നതിന് വേണ്ടി സുരക്ഷ എടുത്ത് കളഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പഞ്ചാബിൽ നോക്കണം. പഞ്ചാബിലെ കോൺഗ്രസ് നേതാവാണ് സിദ്ധു മൂസേവാല.
അദ്ദേഹത്തെ കൊന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റ് റദ്ദാക്കി. അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു, അദ്ദേഹം കൊല ചെയ്യപ്പെട്ട അവസ്ഥയുണ്ടായി. 2, ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മേൽ ഇപ്രകാരമുള്ള ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ, ഇപ്രകാരമുള്ള വഴിനീളെ അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, ഭീകരവാദത്തിൻ്റെതായിട്ടുള്ള പല വിധത്തിലുമുള്ള ഭീഷണികൾ ഉണ്ടെന്ന വാർത്ത പുറത്തു വരുമ്പോൾ, അദ്ദേഹത്തിന്റെ മേൽ ഒരു പിടി മണ്ണ് വീണാൽ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ മുന്നിൽ കാണണം. അതിന് സുരക്ഷ കൊടുക്കണം. അങ്ങനെ സംഭവിക്കാതിരിക്കണം. അതിനുവേണ്ടി ഞാൻ അതാണ് പറഞ്ഞത്, ബഹുമാന്യനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ സുരക്ഷ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ, ബഹുമാന്യനായ അവതാരകൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യ ദേഹങ്ങളോട് ചോദിക്കണം. 877 പോലീസ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം, വാർത്ത. ശ്രീ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ കൊടുത്ത സുരക്ഷ, അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കണം. ഭാരത് ജോഡോ യാത്രയ്ക്ക് സുരക്ഷ കൊടുത്തതിനെ അംഗീകരിച്ചുകൊണ്ടാണ്. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല. അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടണം. അദ്ദേഹത്തിന്റെ പിതാവ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വലിയ എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ജീവനും മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കണം. നമുക്ക് വിരോധമില്ല. ആക്രമണത്തെയും തടയുന്നതിന് വേണ്ടി സുരക്ഷ ഒരുക്കണം. ശരിയാ, സമ്മതിച്ചു. അങ്ങനെ സുരക്ഷ കൊടുത്ത് നമുക്ക് വിരോധമില്ല. പക്ഷെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാവരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മരുന്ന് മേടിക്കാൻ പോയ ഒരു പിതാവിനെ തടഞ്ഞു നിർത്തിയ കാര്യം കണ്ടതാണ്. മെഡിക്കൽ സ്റ്റോർ പൂട്ടിക്കുമെന്ന് ആക്രോശിച്ച പോലീസുകാരുടെ വാക്ക് നമ്മൾ കണ്ടതാണ്. ഈ തിരുവനന്തപുരത്ത് തന്നെ ആകട്ടെ, 10-15-20 മിനിറ്റൊക്കെ ഞാനൊക്കെ കിടന്നിട്ടുണ്ട് ബൈക്ക് ഓടിച്ച് വരുമ്പോൾ മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞു. നമ്മളിത് പ്രതീക്ഷ എന്താണ് ഈ തടഞ്ഞിട്ടെന്ന് ചോദിക്കും. ഇങ്ങനെ ജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ കരുതൽ തടങ്കലിൽ അതിനു മുൻപ് ആളുകളെ ആക്കിക്കൊണ്ട് എന്തിനാണ് സുരക്ഷ എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കണം, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് സുരക്ഷാ ഭീഷണി ഉണ്ടെ കൊടുക്കണം. അതിന് അർഹതപ്പെട്ട ആളാണ്. അതിന് അദ്ദേഹത്തിന് നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇത് ബുദ്ധിമുട്ടിക്കുന്ന എന്താണുള്ള ചോദ്യം. അത് ഞാൻ ഈ ചോദ്യം ചോദിക്കായിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മൾ ഇന്നത്തെ വിഷയം ഈ ഹെലികോപ്റ്റർ യാത്രയും ഈ പ്രിവെന്റീവ് ഡിറ്റൻഷനും ഒക്കെയാണ്. അതുകൊണ്ടാണ് അതിലേക്ക് ഒന്ന് സ്പെസിഫൈ ചെയ്തത്. ഇത് കുറേ നിറം പിടിപ്പിച്ച നുണകളാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾക്ക് ഈ പ്രയാസമുണ്ടായ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് പൊതുവിൽ നിറം പിടിപ്പിച്ച മനോരമയുടെ ഭാഷ്യങ്ങളാണ്. ഇപ്പോൾ അപ്രകാരം ഏതെങ്കിലും സുരക്ഷാ പ്രശ്നമുള്ള സ്ഥലം അത് മുൻകൂട്ടി ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒക്കെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിൽ പോലീസ് കൊടുക്കും. അതിനർത്ഥം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ മുഖ്യമന്ത്രി ഇത്രയും വാഹനം കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ളത് പച്ചക്കള്ളം. പിന്നെ മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ മറ്റു മന്ത്രിമാർ വന്നെന്നിരിക്കും, അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നെന്നിരിക്കും. അവരുടെ വാഹനവും അതുമായി ബന്ധപ്പെട്ട എസ്കോർട്ടും എല്ലാം കൂടെ എണ്ണിത്തിട്ടപ്പെടുത്തി മുഖ്യമന്ത്രി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 50 വാഹനങ്ങളുമായിട്ടാണ്. അദ്ദേഹം ഒരു പരിപാടിക്ക് ചെല്ലുന്നത്. ഇതൊക്കെ നിറം പിടിപ്പിച്ച നുണകളാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾക്ക് മറുപടി പറയാം. താങ്കൾക്കെതിരെ ഒരുപാട് സ്വാഭാവിക വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ശ്രീ ഷിജു ഖാൻ. അതെ, ഷിജുഖാനും ഞാനും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഷിജുഖാൻ പൊളിറ്റിക്സിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ ഷിജുഖാന് കഴിയില്ല. കാരണം ഷിജുഖാന് പാർട്ടിയുടെ ഒരു വിപ്പുണ്ട്. എന്നെ സംബന്ധിച്ച് പൊളിറ്റിക്സ് എനിക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആരും എനിക്ക് വിപ്പ് തരില്ല. അത്തരത്തിലൊരു പദവിയിലല്ല ഞാനിരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് യാതൊരു തരത്തിലുള്ള വിപ്പും ഞാൻ ഫോളോ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. വിമാനത്തിൽ കയറിയതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. ഒറ്റ വാക്കിലേ ഉള്ളൂ എനിക്ക് പ്രശ്നം. മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ എന്ന വാക്ക്, ആ വാക്കിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അപായപ്പെടുത്തലാണ് ലക്ഷ്യമെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കാൻ വേണ്ടി കയറി കരിങ്കൊടി കാണിച്ചു എന്നുള്ളത് ലീഗലി തെറ്റാണെന്നേ. അതിനകത്തൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അപായപ്പെടുത്തലല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപായപ്പെടുത്തലാണെങ്കിലുള്ള പ്രശ്നം പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ റിക്വയർമെന്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അപായപ്പെടുത്തൽ എന്നത് നമ്മൾ എഴുതി ചേർത്താൽ പോരാ. അപായപ്പെടുത്തൽ എന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. നമുക്കെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിന്, പോലീസിനൊരു ബോധ്യം വേണം. ആ ബോധ്യം ഉണ്ടായത് ആ സംഭവത്തെ കോട്ട് ചെയ്തല്ല പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഭീഷണി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തീവ്രവാദ ഭീഷണി ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തേ മതിയോ, മുഖ്യമന്ത്രിയിൽ ആരായിരുന്നു പ്രൊട്ടക്ട് ചെയ്തേ മതിയോ. ആ പ്രൊട്ടക്ഷൻ നടത്തണമെങ്കിൽ അതിനെ ഇതുമായി നിങ്ങൾ കണക്ട് ചെയ്യരുത്. കാരണം അവിടെ നടന്നത് പ്രതിഷേധമാണ്, ഇപ്പോൾ കരിങ്കൊടി നടത്തുന്നത് പ്രതിഷേധമാണ്. കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ
പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ റീസൺസ് ആയി മാറരുത്. അതിനല്ല CRPCയിൽ 151 ആഡ് ചെയ്തിരിക്കുന്നത്. 151 ആഡ് ചെയ്യുന്നത് ഭീകരമായ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടക്കുമെന്നുള്ള ബോധ്യത്തിന്റെ പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് അതിന്റെ നിയമം. അതുകൊണ്ടാണ് സുപ്രീം കോടതി പലപ്പോഴും ഇന്റർപ്രറ്റ് ചെയ്തത്. ഞാൻ പറയുന്നത് നാളെ UDF അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന BJP ചെയ്താലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്താലോ അല്ലെ LDF ചെയ്താലോ ഒക്കെ ഈ നിയമത്തിന് മാറ്റാൻ പറ്റില്ല. പ്രിവെന്റീവ് ഡിറ്റൻഷൻ വരേണ്ടത് കരിങ്കൊടി പ്രയോഗത്തിന് തടയാൻ വേണ്ടിയിട്ടുള്ളതല്ല, എന്നാൽ അപകടകരമായ ഒരു ക്രൈം നടന്നേക്കും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അത് ഉണ്ടാകേണ്ടതെന്നാണ് പറഞ്ഞത്. ആ അപകടകരമായ ക്രൈം ഉണ്ടാകുമെന്ന ബോധ്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി മുഹമ്മദ് ഷായ്ക്ക് എന്താ പറഞ്ഞത്, UDF ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ലീഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അത് മറുപടി പറയേണ്ടെന്ന് പറഞ്ഞ് തള്ളരുത്. എന്നെ സംബന്ധിച്ച് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യുന്ന ശരികളെയും തെറ്റുകളെയും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുന്ന ജോലിയില്ല. എനിക്കെന്ന് എന്നോട് അസൈൻ ചെയ്തിരിക്കുന്ന ജോലി ഇതിൻ്റെ നിയമപരമായ വിഷയങ്ങൾ പറയുക എന്നുള്ളത്. അതിന് ഷിജു ഖാനെ പോലെ ഒരാളിരിക്കുമ്പോൾ ഞാൻ വളരെ കോൺഫിഡൻസോടെ ഇരിക്കുന്നു. ഷിജു ഖാൻ ഒരു ഡോക്ടറാണ്, ഒരു റിസർച്ചറാണ്. അപ്പം ഞാൻ ഡയറക്ട്ലി ടു ദ പോയിന്റ് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. മറ്റു പലരും വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് മറുപടി ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഷിജു ഖാന് പോലും യോജിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ജനാധിപത്യത്തിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുക. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഒരു അനിവാര്യതയാണ്. പ്രതിപക്ഷത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത് പോലും എന്തിനു വേണ്ടിയാണ്? നല്ല നിയമങ്ങൾ ഉണ്ടാകുന്നതിനും നല്ല എക്സിക്യൂട്ടീവ് ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയല്ലേ. അതിനെ തടയുന്നത് തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു ഡിറ്റൻഷനായി മാറുമ്പോൾ, ചെറുപ്പക്കാരുടെ മൊറയിൽ കെടുത്ത തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു ഓട്ടോക്രാറ്റിക് സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഓട്ടോക്രാറ്റിക് സ്വഭാവം രാജ്യത്തിന് ക്ഷീണം ചെയ്യുന്നതാണ്. എനിക്കൊരിക്കലും ഞാൻ മുസ്ലിം ലീഗായിട്ട് പറയുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പിന്നെ മുസ്ലിം ലീഗ് എന്ന ലേബൽ എഴുതി വെച്ച് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള പോയിന്റ് നിയമപരമായി സ്റ്റാൻഡ് ചെയ്യുന്നത് ഞാൻ പറയത്തുള്ളൂ. ആ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉള്ളതിന് മറുപടി ഷിജു ഖാൻ. ഒരു കാര്യം കൂടി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഞാൻ ഈ AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് അങ്ങനെ ഒരു കേസ്, അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൂടി ഒന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ആ ഒരു വർത്തമാനം ഒന്ന് അവസാനിപ്പിക്കാം. അതെ 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 ഇത് ഏറ്റവും അധികം റേസ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി CPM ആണ്. CPM അല്ല, അന്ന് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും അധികം പ്രതിഷേധങ്ങളുമായി വന്ന് ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചതും ആ വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരികയും അതിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ വരികയും ഒക്കെ ചെയ്തു. ആ ജഡ്ജ്മെൻ്റൊക്കെ വാങ്ങിയെടുത്തത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ്. ജനാധിപത്യത്തിന് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നിലനിർത്താൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അതേ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ അതിനകത്തൊരു കുഴപ്പമുണ്ട്. നമുക്ക് പറയുന്നത് എന്താ പറയുന്നത്, പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നതിൻ്റെ റീസണിങ് പ്രോപ്പർ ആയിരിക്കണം എന്നൊക്കെ നമ്മളൊക്കെ പറയണം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായ ആളുകൾ അത് വിളിച്ചു പറയേണ്ടവരാണ്. പക്ഷേ എന്തിനെ ന്യായീകരിക്കേണ്ട സ്ഥിതി നിങ്ങൾക്കുണ്ട്, എനിക്കതില്ല. ഞാനതിന് പറയില്ല. ഒന്നുകിൽ ആ ചർച്ചയ്ക്ക് വന്നിരിക്കാതിരിക്കും. എനിക്ക് പറയാൻ എൻ്റെ കോൺഷ്യൻസിന് ബോധ്യമില്ലാത്ത ഒരു കാര്യത്തെ ന്യായീകരിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആ ചർച്ചയ്ക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. ഷിജുവിനെ പോലെയുള്ള ഭാവിയുള്ള ഞാൻ പറഞ്ഞ ഒരു PhD റിസർച്ച് ഹോൾഡർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, MBBS ഡോക്ടറല്ല. അപ്പോൾ അത്രയും ഒരുപാട് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ആളുകളൊക്കെ വെറുതെ ഒരു വിമർശനത്തിന് വേണ്ടി പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ എൻ്റെ പേര് മുസ്ലിം ലീഗ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ മറുപടി പറയും. ഷിജു ഖാൻ, താങ്കളിലേക്ക് വരാം. താങ്കൾ കൈ കാണിക്കുന്നുണ്ട്. ഷാനിബ്, ഏതായാലും ഈ മുഖ്യമന്ത്രി വന്നതിൻ്റെ പേരിൽ താങ്കൾക്ക് കുറച്ച് മണിക്കൂറുകളെങ്കിലും പ്രിവെന്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കലിൽ ഇരിക്കേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറഞ്ഞത് നിയമ നടപടിക്ക് ഒരുങ്ങാൻ പോവുകയാണ് കോൺഗ്രസ്. ഇത്തരം കരുതൽ തടങ്കലിനെതിരെ അതിൻ്റെ ഒരു നിയമവശം പരിശോധിച്ച് അതിനുള്ള നീക്കം നടത്തുന്നു. ഈ വ്യക്തിപരമായി ഷാനിബും അത്തരം നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ടോ? കാരണം നേരത്തെ മുഹമ്മദ് ഷായൊക്കെ പറഞ്ഞതുപോലെ ജനാധിപത്യപരമായ നിങ്ങളുടെ ഒരുപാട് അവകാശങ്ങളെ ധ്വംസിക്കും വിധമായിരുന്നു പോലീസിന്റെ പ്രവൃത്തി എന്നാണ്. അതെ, തീർച്ചയായും അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലുള്ള ഈ കരുതൽ തടങ്കലിനെതിരെ ഈ ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പാർട്ടിയും മുന്നണിയും മുന്നോട്ട് പോകും എന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷിജു ഖാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മറുപടി പറയണം ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ കൊടുക്കുന്നു എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ സുരക്ഷ ഒരുക്കിക്കോളൂ. ആരാണ് സുരക്ഷ ഒരുക്കണ്ട എന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ 40 60 വണ്ടിയുമായി നിങ്ങൾ യാത്ര ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പറയുക എന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഒരു മിനിമം അവകാശം പോലും നിഷേധിച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമുള്ള എന്ത് കുറ്റമാണ്? സുരക്ഷാ ഈ രാഹുൽ ഗാന്ധിയുടെ
സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കരുതൽ അറസ്റ്റുകൾ, വ്യാപകമായ ഇതുപോലെ കരുതൽ തടങ്കലുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ പേരിൽ ഈ ചെയ്തു കൂട്ടുന്ന ഈ കൊള്ളരുതായ്മകളൊക്കെ നേരത്തെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ പോലെ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ഇടതു ഭീകരതയുണ്ട്. സാംസ്കാരിക നായകന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കാത്തതിന്റെ കാരണം അതാണ്. ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ തെരുവിലും ഒക്കെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകളെ നിലനിർത്തുന്ന തരത്തിൽ ഒരു മനോഭാവം, ഒരു ഇടത് ഭീകര മനോഭാവം ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഈ കൊറോണ കാലത്ത് കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കോവിഡ് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ അടച്ചിടുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പോ കൊറോണ വരുന്നത് പോലെയാണ് മുഖ്യമന്ത്രി വരുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രദേശത്തേക്ക് വരരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊറോണ വരുന്നത് പോലെയാണ് പിണറായി വരുന്നത്. പിണറായി വരുമ്പോ അവിടെ എല്ലാം അടച്ചിടുകയും ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, കൊറോണ വരുമ്പോ വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു. ഇപ്പൊ വീട്ടിൽ കിടന്നു പോലും ഉറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു ഭീകര രൂപം വരുന്നത് പോലെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി എവിടെ വരുന്നതും. അതിനെതിരെ ജനങ്ങൾ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞങ്ങളെ ആരെ അറസ്റ്റ് ചെയ്താലും ഇനി ഇതിനെതിരെ നിങ്ങൾ എന്ത് തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ഈ സമരങ്ങൾ നിങ്ങൾ നേരിട്ടാലും, ഞങ്ങൾ എന്തെല്ലാം തുറുങ്കിലടച്ചാലും ഞങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഇവിടെ പാവപ്പെട്ട, നമുക്കറിയാലോ, ഇവിടെ ബിജുമോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഡെയിലി വേജിന് ജോലി ചെയ്തിരുന്ന പ്രേരക്, സാക്ഷരതാ പ്രേരകായി തൊഴിലെടുത്തിരുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ പോലും ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തിന്റെ കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിയും കഴിവുകെട്ട ഒരു ഭരണ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ആനന്ദ് കൊച്ചുകുടി, ഈ മുഖ്യമന്ത്രി ഇങ്ങനെ നിരത്തിൽ നടക്കാതെ വീട്ടിലിരിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെ വീട്ടിലിരിക്കേണ്ട ഒരാളല്ലോ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് മുഖ്യമന്ത്രി വീട്ടിലിരുത്തേണ്ട കാര്യവുമില്ലല്ലോ. അല്ല, ഈ പണി പറ്റില്ലെങ്കിൽ വീട്ടിലിരിക്കാമല്ലോ. ശ്രീ ആനന്ദ് കൊച്ചുകുടി, അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ നടക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ഖജനാവിൽ നിന്ന് കുറച്ചുകൂടി പണം ചെലവാകും എന്നേ ഉള്ളൂ. പക്ഷേ അതാണ് പൊതുജനങ്ങൾക്ക് നല്ലത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുക. ഇപ്പോൾ ഹെലികോപ്റ്ററിന്റെ കാര്യം മാത്രമല്ല, കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യം, ശ്രീ പിണറായി വിജയൻ ആദ്യ തവണ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം കണ്ണൂർക്ക് പോയിക്കൊണ്ടിരുന്നത് ആഴ്ച തോറും അദ്ദേഹം ട്രെയിനിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കണ്ണൂർ എയർപോർട്ട് വന്നപ്പോൾ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഈ കണ്ണൂർ എയർപോർട്ടിന്റെ ഒരു കാര്യം രഞ്ജിത്ത് അന്വേഷിച്ചാൽ അറിയാം. ദിവസം 50 ലക്ഷം രൂപയാണ് അവിടെ ഓപ്പറേറ്റിംഗ് ലോസ് ആയിട്ട് വരുന്നത്. നമ്മുടെ KSRTCക്ക് ഉണ്ടാകുന്ന ലോസും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മളെല്ലാം കേട്ടിരിക്കുന്ന കാര്യമാണ്. കൊച്ചി മെട്രോയ്ക്ക് ദിവസം 1 കോടി രൂപ നഷ്ടം ഉണ്ട് എന്ന് കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഈ കണ്ണൂർ എയർപോർട്ട് ഒരു ദിവസം അവിടെ ആ കണ്ണൂർ എയർപോർട്ടിന്റെ ഓപ്പറേറ്റിംഗ് ലോസ് ആയിട്ട് 50 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അത് ഞാൻ അതിനെ ഒരു കുറ്റമായിട്ടൊന്നും കാണുന്നില്ല. ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി നടക്കാൻ ഭയമാണെങ്കിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൂടെയും, നമ്മുടെ നാട്ടിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഹെലിപാഡുകളുണ്ട്, ഹെലികോപ്റ്ററുകളിൽ കൂടിയും വിമാനത്തിൽ കൂടിയും നടക്കട്ടെ. അപ്പോൾ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് കാര്യമായി കുറയും. ഞാൻ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നോക്കാറുണ്ട്, മുഖ്യമന്ത്രി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ജില്ലയിലോ ആണ് ഉണ്ടാകുന്നത്. കാരണം എനിക്ക് വഴിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 30 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാൻ പറ്റുന്നത്. അത്രയും ട്രാഫിക്കാണ് നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞ ദിവസം എനിക്ക് എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോകാൻ 5 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. തിരുവനന്തപുരത്തേക്ക് എറണാകുളത്ത് നിന്ന് വരാൻ 5 മണിക്കൂർ എടുക്കുന്ന അവസ്ഥയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ട്രാഫിക്കിന്റെ അവസ്ഥ. അപ്പോൾ പിന്നെ ശ്രീമതി KK രമ വിശേഷിപ്പിച്ച, സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി വഴിയിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളൊരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കോ പോയി നമ്മളൊരു സമയത്ത് എത്താൻ നമ്മൾ കഷ്ടപ്പെടുന്ന അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ചിലർക്ക് ഫ്ലൈറ്റ് നഷ്ടപ്പെടുന്നു, ചിലർക്ക് കാലടി പാലത്തിന്റെ അവിടെയൊക്കെ വെച്ച് ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതായത് വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത്, അപ്പം അത് ഒരു സ്വാഭാവികമായി അദ്ദേഹം അത് പ്രതീക്ഷിക്കും. അല്ല, ഞാനും അദ്ദേഹത്തെ അങ്ങനെ ഉപയോഗിച്ച് ആക്ഷേപിച്ച വാക്കുകളൊന്നും അങ്ങനെയൊന്നും ഞാൻ ആക്ഷേപത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ആളാണ്, ഞങ്ങൾ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ ന്യൂസ് 8ൻ്റെ സമീപനത്തോടാണ് എൻ്റെ വിയോജിപ്പ്. ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ
അദ്ദേഹത്തെ നിയമവിദഗ്ധൻ മാത്രമായിട്ട് നിയമം പറയാൻ അല്ല ഞാൻ പറഞ്ഞത് നിയമവിദഗ്ധൻ മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ അതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ലേബൽ ചാർത്തുമ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായി കേരളീയ സമൂഹത്തോട് നിങ്ങൾ മറച്ചു വെക്കാൻ പ്രകടിപ്പിക്കുന്ന കാര്യം ഞങ്ങൾക്ക് പറയേണ്ടി വരും. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി കൂടി അദ്ദേഹം സംസാരിക്കട്ടെ. അതൊക്കെ ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടല്ലോ. നിങ്ങൾ എന്തിനു തടഞ്ഞു വെക്കണം? രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷവും CPIM-ഉം എല്ലാ കാലത്തും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചവരാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. ഇപ്പോൾ മുഹമ്മദ് റിഷായെ പോലുള്ളവർ പ്രതിനിധീകരിക്കുന്ന UDF-ന്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പോലുള്ള സംഭവങ്ങൾ, കരിനിയമങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നത്, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടപ്പാക്കുന്നത്, ജുഡീഷ്യറിയുടെ നാവ് പോലും അരിയുന്ന അവസ്ഥ അടിയന്തരാവസ്ഥയിലുണ്ടായത്, ഭരണഘടനയെ വേട്ടയാടുന്ന നിലപാട് സ്വീകരിച്ചതൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഷായ്ക്ക് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിപ്പൊന്നുമില്ല, അദ്ദേഹം നിയമം പറയും. ഞങ്ങളും ഈ ഡിബേറ്റ് പങ്കെടുക്കുമ്പോൾ നിയമപരമായ പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് നിയമപരമായി തന്നെ പറയും. അങ്ങ് ഒരു നിയമത്തിൽ സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്കും സ്റ്റാൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാൻ അതാണ് സിവിൽ ഏവിയേഷൻ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞ അങ്ങ് നിശബ്ദനായി. ഞാൻ അതാണ് ഇന്റർനാഷണൽ വ്യോമയാന നിയമങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചത്. അതുകൊണ്ടാണ് വിമാനത്തിനകത്തെ ചെറുചലനം പോലും അപകടമുണ്ടാക്കും എന്ന കാര്യത്തിൽ ലോകത്ത് നിലവിലുള്ള പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കേൾക്കൂ, അല്ല ഈ നിയമത്തിലൊക്കെ വൈദഗ്ധ്യമുള്ള അങ്ങ് വളരെ തന്ത്രപരമായ മൂന്നാമത്തെ കാര്യം പ്രിവെന്റീവ് അറസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാം. എനിക്ക് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കേൾക്കൂ, പിന്നെ നമ്മള് ഒരു ആക്രമണത്തിന് അല്ല ദേവേദ്, ഒരു ആക്രമണത്തിന് തയ്യാറായി വന്ന് നിൽക്കുന്ന ആള് ആക്രമിക്കാനല്ല വന്നത്, അദ്ദേഹം പൂമാല കൊടുക്കാനാണ് വന്നതെന്നൊക്കെ മുഹമ്മദ് ഷാ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്ത കാര്യമാണ്. പിന്നെ പ്രിവെന്റീവ് അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇപ്പൊ പാലക്കാട് നടന്നതിനെ സംബന്ധിച്ച് നിയമപരമായ അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ കയ്യിലില്ല. എന്നോട് ഇന്ന് ന്യൂസ് 18 നിന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ്. അതിനപ്പുറത്തേക്ക് നാളെ ഇത്തരം അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാം. ഞാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം കൂടി, അതായത് ഈ നിയമപരമായ നീക്കം UDF നടത്തുമെന്നാണ് പ്രിവെന്റീവ് ഡിറ്റൻഷനെതിരെ. അത് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് ഈ വിഷയങ്ങൾ എന്ത് ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം? അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ പ്രിവെന്റീവ് ഡിറ്റൻഷന് ഒരു റീസൺ ആയി പറയുന്നത് കരിങ്കൊടി കാണിക്കുന്നു എന്നതിനെ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ പർവ്യൂവിൽ വരുത്താൻ പറ്റുന്നതല്ല. ആ എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ ലീഗൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിക്കേണ്ടതിന്റെ റിക്വയർമെന്റ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ആവശ്യമാണ്. കാരണം അതിന്റെ പർവ്യൂവിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു എന്നതിന്റെ പേരിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എടുക്കുന്ന രീതി ഇന്ത്യയിൽ ഒരിടത്തും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെയും അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ അങ്ങനെ കർട്ടയിൽ ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് ഒരു നിയമ നടപടി റിക്വയർ ആണ്. അതിന്റെ ബെനിഫിഷ്യറി ഷിജുഖാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. എന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുമാകട്ടെ, ഷാനിബിന്റെ പൊളിറ്റിക്കൽ പാർട്ടി, ഷിജുഖാന്റെ പൊളിറ്റിക്കൽ പാർട്ടിയും ഒക്കെ അതിന്റെ ബെനിഫിഷ്യറീസ് ആയിരിക്കും. അങ്ങനെ നല്ല നിയമങ്ങൾ ഉണ്ടാകട്ടെ, ആ നിയമങ്ങളുടെ സഞ്ചരിക്കട്ടെ പോലീസും ഗവൺമെന്റും. നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശ്രീ ഷിജു ഖാൻ, ഒപ്പം ശ്രീ ഷാനിബ്, ഒപ്പം ശ്രീ ആനന്ദ് കൊച്ചുകൂടി നമ്മുടെ ചർച്ചയിൽ 1 മണിക്കൂർ നിങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. മുഖ്യമന്ത്രിക്ക് പ്രതിഷേധങ്ങളെ ഭയമോ എന്നായിരുന്നു ഞങ്ങൾ ചോദിച്ച PD പോളിലൂടെ ചോദിച്ച ചോദ്യം ജനങ്ങളോട്. 25,000 പേർ, 25K ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്തു. 82% ആളുകളും ഭയമാണ് യെസ് എന്നാണ് ഉത്തരം നൽകിയത്. 11% പേർ മാത്രം അല്ല എന്ന് പറഞ്ഞു. 7% പേരാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ വാപ്പ എന്നോട് പറഞ്ഞത് ഈ പെൺകുട്ടികളായതുകൊണ്ട് ഇവരുടെ സ്വത്ത് 2 വീടുകളിലേക്കാണ് പോകുന്നത്, ആൺകുട്ടി ഇല്ല, അതുകൊണ്ടായിരിക്കും ഡിവോഴ്സ് വേണം. ഇപ്പോഴും അവർ ഡിവോഴ്സ് വേണമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ അത് സമ്മതിക്കില്ല. എനിക്ക് മക്കൾക്കും ആ വീട്ടിൽ താമസിക്കണം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഹസീന ഭർതൃഗൃഹത്തിൽ നിന്നും അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ. അപ്പോൾ വാപ്പ പറയണത് ഇവിടെ കെട്ടിടിച്ചാൽ അവളെ തളർന്നു പൊക്കോളും, അങ്ങനെയുള്ള മർദ്ദനായിരുന്നു. തുടർച്ചയായി പരാതികൾ നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതികൾക്ക് അനുകൂലമായ സമീപനം. പേരിലുള്ള അന്വേഷണം എവിടെ വരെ ആയി എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. പോലീസുകാർ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ CI യൂണിറ്റ്സിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. 2 മക്കളുടെ അമ്മയായ ഈ സ്ത്രീ EDയെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റസമ്മത മൊഴി ഇനിയും എം ശിവശങ്കർ നൽകിയിട്ടില്ല. ആ ഒരു കുറ്റസമ്മത മൊഴി ഇല്ലാതെ ഈ കേസ് ദുർബലമാകുമോ എന്ന ഭയം ഇഡിക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. ഒപ്പം ഈ ശിവശങ്കരൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശിവശങ്കരൻ തുടരുന്ന മൗനം ഭജിക്കുക, ആ ഒരു ലക്ഷ്യം കൂടി ഇഡി കാണുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശിവശങ്കരനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയത് ശിവശങ്കരന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലൻ നായരെയാണ്. അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. സ്വപ്നയ്ക്ക് വേണ്ടി ലോക്കർ തുറന്നു നൽകിയത് ശിവശങ്കർ ആണ് എന്ന മൊഴിയിൽ വേണുഗോപാൽ ഉറച്ചു നിന്നു. ഇത് സത്യത്തിൽ ഇതൊരു കുരുക്കായിരുന്നു ശിവശങ്കറിന്. അതിന് തുടർച്ചയായ ദിവസം വിളിച്ചു വരുത്തിയത് ലൈഫ് മിഷന്റെ മുൻ സിഇഒ ആയ നമ്മുടെ UV ജോസിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് പങ്കില്ല, കരാർ ഒപ്പിട്ടത് താനാണ്, കരാർ രേഖകൾ ഉണ്ടാക്കിയത് എം ശിവശങ്കറാണ്, അതിൽ കവിഞ്ഞ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല എന്നും UV ജോസ് ഇഡിയെ അറിയിച്ചു. ഒപ്പം അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക്കും റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ ആ കരാർ തന്റെ കയ്യിലില്ല എന്നും UV ജോസ് അറിയിച്ചിട്ടുണ്ട്. കരാർ നേരെ വിജിലൻസിന് കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൈമാറിയതാണ്. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് UV ജോസ് പറയുന്നത്. ഏതായാലും ഈ കരാർ കിട്ടാത്തത് സ്വാഭാവികമായും ഈ അന്വേഷണ ഏജൻസിയെ, പ്രത്യേകിച്ചും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുഴയ്ക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചെടുക്കണം എങ്കിൽ ഈ കരാർ അത്യാവശ്യമാണ്. അത് വിജിലൻസിൽ നിന്ന് ഇനി എങ്ങനെ നേടിയെടുക്കാം എന്നൊരു ചിന്തയും ആശങ്കയും ഇഡിക്കുണ്ട്. അതേസമയം ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയുമാണ്. അഭിലാഷ്, അതായത് സുവി, ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഈ വാട്സപ്പ് ചാറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന സാഹചര്യമുണ്ടല്ലോ. അതോടൊപ്പമാണല്ലോ സ്വപ്നയും CN രവീന്ദ്രനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിലെ സാഹചര്യത്തിൽ CN രവീന്ദ്രനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ തേടുന്നതിലേക്ക് ഇഡി കടക്കുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? രവീന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇഡി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് കോവിഡ് ആണ് എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുകയായിരുന്നു. അതിനുശേഷം ഒരു വിളിച്ചു വരുത്തലോ ചോദ്യം ചെയ്യലിലേക്കോ ഇഡി കടന്നിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ എം ശിവശങ്കർ കുരുക്കിലായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി CM രവീന്ദ്രനിലേക്ക് അന്വേഷണം നീളാനുള്ളൊരു ഘട്ടമുണ്ട്. കാരണം CM രവീന്ദ്രന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ CM രവീന്ദ്രൻ, ഒപ്പം തന്നെ എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, അതുപോലെ യദു കൃഷ്ണൻ, സന്ദീപ് നായർ, സരിത്ത്, ഇങ്ങനെ സന്തോഷ് ഈപ്പൻ, ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു കണ്ണി ഉണ്ടായിരുന്നു. UAE കോൺസുൽ ജനറൽ ഉൾപ്പെടെയുള്ള ഒരു കണ്ണികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇഡി കരുതുന്നത്. ആ കണ്ണി വലകൾ കണ്ടെത്തുകയാണ് ഇഡിയുടെ ഇനിയുള്ള ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം രേഖപ്പെടുത്തിയ അറസ്റ്റും ഈ എം ശിവശങ്കറിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് കക്ഷികളെ, അതായത് ഒന്നാം പ്രതി തൊട്ടുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യവും ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ തേടുക എന്നത് ആണ് ഇഡി ലക്ഷ്യമിടുന്നത്. അതിനാദ്യം വേണ്ടത് എം ശിവശങ്കറിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നമുക്കറിയാം, വിരമിച്ച ഒരു IAS ഓഫീസറാണ് അദ്ദേഹം. അധികാരത്തിന്റെ പരിലാളനകൾ അദ്ദേഹത്തിന് ഇനി കിട്ടില്ല എന്നൊരു പ്രതീക്ഷ ഇഡി വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPM പ്രതിരോധത്തിലാകുമ്പോഴും ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമോ? എന്തായിരിക്കും അദ്ദേഹം അധികാരത്തിൽ നിന്ന്, അതായത് സർവീസിൽ നിന്ന് പുറത്തു പോന്ന ശേഷം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മൊഴി ഇഡിക്ക് ലഭിക്കുമോ എന്നാണ് ഇഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലെ നിലവിലെ സാഹചര്യത്തിൽ ശിവശങ്കറെ സംരക്ഷിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇടതു നേതാക്കളെല്ലാം ശിവശങ്കറെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും സുബി സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. വളരെ പ്രധാനപ്പെട്ട പദവിയായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്നത്. സംശയ നിഴലിൽ നമസ്കാരം. പ്രധാന വാർത്തകൾ.
ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയ സംസ്ഥാനങ്ങൾക്ക് GST നഷ്ടപരിഹാരം ഇന്ന് തന്നെ. തീരുമാനം GST കൌൺസിൽ യോഗത്തിൽ. കുടിശ്ശിക ഒരാഴ്ചയ്ക്കുള്ളിലെന്ന് കേന്ദ്രം. രേഖകളെല്ലാം ഉടൻ സമർപ്പിക്കുമെന്ന് KN ബാലഗോപാൽ. കരിങ്കൊടി ഭയന്ന് ഹെലികോപ്റ്ററിൽ പാലക്കാട്ടേക്ക് പറന്ന് മുഖ്യമന്ത്രി. കരുതൽ തടങ്കൽ കൂസാതെ കരിങ്കൊടിയുമായി പ്രതിഷേധക്കാർ. പിണറായി കണ്ണൂരിലേക്ക്. ജില്ലയിൽ കനത്ത സുരക്ഷ. ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിനെതിരെ കൂടുതൽ മൊഴി. പദ്ധതി രേഖ തയ്യാറാക്കിയത് ശിവശങ്കർ എന്ന് UV ജോസ്. സാമ്പത്തിക ഇടപാടുകളിൽ പങ്കില്ലെന്നും മുൻ CEO. തെറ്റുതിരുത്തൽ രേഖയുമായി CPM. സഖാക്കൾക്ക് സ്ഥാനങ്ങളോടാർത്തി. നേതാക്കളുടെ ബന്ധുക്കൾക്ക് ജോലി അവകാശമല്ല. തുടർ ഭരണത്തിൽ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവമെന്നും വിമർശനം. ആകാശ് തില്ലങ്കേരിക്ക് മറുപടി പറയാൻ CPM. തില്ലങ്കേരിയിൽ തിങ്കളാഴ്ച വിശദീകരണ യോഗം. MB ജയരാജൻ പങ്കെടുക്കും. ആകാശ് വിവാദത്തിൽ പ്രതികരിക്കാൻ താൽപര്യമില്ലെന്ന് A റഹീം. പമ്പയാറ്റിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. മരിച്ചത് മെറിൻ, മെഫിൻ എന്നിവർ. കാണാതായ സുഹൃത്തിനായി തെരച്ചിൽ തുടരുന്നു. രാജ്യത്തെ അതീവ സുരക്ഷാ കേന്ദ്ര പട്ടികയിൽ കൊച്ചിയും. ദക്ഷിണ നാവിക കമാൻഡിലും കപ്പൽശാലയിലും ഔദ്യോഗിക രഹസ്യ നിയമം ബാധകമാക്കും. പ്രദേശത്ത് പൊതുജനങ്ങൾക്ക് കർശന നിയന്ത്രണം. ഇന്ന് മഹാശിവരാത്രി. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. അട്ടപ്പാടിയിൽ മല്ലീശ്വര വിളക്ക് തെളിഞ്ഞു. ഡൽഹി ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 62 റൺസ് ലീഡ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 262 ഓൾ ഔട്ട്. അക്സർ പട്ടേലിന് അർദ്ധ സെഞ്ചുറി. നഥാൻ ലിയോൺ 5 വിക്കറ്റ്. വിശദമായ വാർത്തയിലേക്ക്. ആറന്മുളയ്ക്ക് സമീപം പമ്പാ നദിയിൽ കുളിക്കാനിറങ്ങിയ 2 സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. മെറിൻ, ബഫിൻ എന്നിവരാണ് മരിച്ചത്. കാണാതായ എബിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. ശശി നാരായണൻ ചേരുന്നു. ശശി, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? രണ്ടുപേരുടെയും മൃതദേഹം ലഭിച്ചു. മൂന്നാമതായിട്ടുള്ള ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണോ? വിവരങ്ങൾ. വലിയ ആറന്മുളയില് ഈ കോഴഞ്ചേരിയിൽ കൺവെൻഷൻ എത്തിയ മാരാമൺ കൺവെൻഷൻ എത്തിയ സഹോദരങ്ങളാണ് ഇപ്പോൾ മുങ്ങി മരിച്ചത്. കോഴഞ്ചേരിയിലെ പരപ്പുഴ കടവിലാണ് ഇവർ കുളിക്കാനിറങ്ങിയ കൂട്ടത്തിൽ 3 പേരാണ് കുളിക്കിറങ്ങിയതിൽ 2 പേർ മുങ്ങി മരിച്ചു. സഹോദരങ്ങളായ മെറിൻ, മെഫിൻ എന്നിവരാണ് മുങ്ങി മരിച്ചത്. മൂന്നാമതായി എബിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. സംഭവം 3 മണിക്കാണ് ഉണ്ടായത്. 3 മണിക്ക് തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ഉടൻ തന്നെ ഈ തിരച്ചിൽ നടത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഈ 2 സഹോദരങ്ങളുടെ മൃതദേഹം കിട്ടിയത്. എബിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 8 പേരടങ്ങുന്ന സംഘമാണ് ഈ മാരാമൺ കൺവെൻഷൻ എത്തിയ. കൺവെൻഷൻ കണ്ട് മടങ്ങുന്നതിനിടയിലാണ് ഇവർ കുളിക്കിറങ്ങിയ ആഴമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഇവിടെ കുളിക്കാനിറങ്ങിയ സമയത്താണ് ഈ 2 സഹോദരൻ ഒഴുക്കിൽപ്പെട്ടത്. ഈ 2 പേരും ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഫയർഫോഴ്സ് തുടരുകയാണ്. എന്തായാലും ഈ ചെട്ടികുളങ്ങര സ്വദേശികളാണ് മരിച്ച 2 പേരും, മിഷിനും അതുപോലെ തന്നെ മെറിനും. എന്തായാലും 2 പേരും മരിച്ചിട്ടുള്ള ഇപ്പം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ധന്യ. നന്ദി ശശി. GST നഷ്ടപരിഹാര കാലാവധി നീട്ടില്ലെന്ന് കേന്ദ്രം. എന്നാൽ കുടിശ്ശിക ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്നും കേന്ദ്രം അറിയിച്ചെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. രേഖകളെല്ലാം ഉടൻ സമർപ്പിക്കുമെന്നും KN ബാലഗോപാൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചത്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ ആവശ്യപ്പെട്ടത് കോമ്പൻസേഷൻ്റെ കാലാവധി നീട്ടുന്നതിനാണ്. അതിനെ സംബന്ധിച്ച് കോമ്പൻസേഷൻ കാലാവധി നമ്മൾ നീട്ടാനായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് സംബന്ധിച്ചുള്ള
പോസിറ്റീവായ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും അത് ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും അത് പരിഗണിക്കണം, അതിനുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കത് എന്തുകൊണ്ട് നമ്മളത് പറയുന്നു എന്നുള്ളത് കോവിഡും മറ്റ് പ്രളയം പോലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടും, ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനൊപ്പം തന്നെ ഈ ടാക്സ് റവന്യൂ ന്യൂട്രൽ റേറ്റിനകത്ത് വലിയ കുറവ് വരുത്തിയതുകൊണ്ട്, ലക്ഷറി ഐറ്റങ്ങൾ ടാക്സ് കുറച്ചതുകൊണ്ടുള്ള പ്രശ്നം എന്നല്ലേ നമ്മൾ അക്കാര്യം പറഞ്ഞിരുന്നു. ഇക്കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് തീരുമാനം അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയ സംസ്ഥാനങ്ങൾക്ക് ഇന്ന് തന്നെ GST നഷ്ടപരിഹാരം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഡൽഹിയിൽ ചേർന്ന GST കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ പിഴവുണ്ടായെന്ന വിമർശനം സംസ്ഥാനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. That the entire due on the pending balance of the GST compensation will be cleared as of today. All dues, that is, because I'll just take you back for a minute. As of May 31st, we had cleared all the dues. There was something left in the name of dues for June. Even that is getting cleared. We have decided to release this amount from our own resources, and the same amount will be recouped from the future compensation cess collection. So the amount is not with us, but we are still giving it with our own resources, and the total which is being given out is 16,982 crores. With this release, therefore, the centre would clear the entire provisionally admissible compensation cess dues for 5 years as envisaged in the GST Compensation to States Act 2017. 49ാമത് GST കൌൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ പിഴവുണ്ടായെന്നും നഷ്ടപരിഹാരം നീട്ടുന്നത് സംബന്ധിച്ച ചർച്ച ഇന്നുണ്ടായില്ലെന്നും തമിഴ്നാട് ധനമന്ത്രി പളനിവേൽ ത്യാഗരാജൻ പറഞ്ഞു. GST തർക്ക പരിഹാരത്തിനായുള്ള ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനുള്ള മന്ത്രിതല ശുപാർശയെ കേരളം എതിർത്തു. സഖാക്കളോട് തിരുത്തണമെന്ന് പാർട്ടി. സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തിയിൽ നിന്ന് സഖാക്കളെ മോചിപ്പിക്കണമെന്ന് CPM. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെറ്റുതിരുത്തൽ രേഖയിലാണ് പരാമർശം. തുടർഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലി വാങ്ങിക്കൊടുക്കുക എന്നത് ചിലർ അവകാശമായി കാണുന്നുവെന്ന വിമർശനവും രേഖയിലുണ്ട്. കഴിഞ്ഞ ഡിസംബർ 21-22 തീയതികൾ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്ത് അംഗീകരിച്ചത്. പാർട്ടിയെ ബാധിച്ച ജീർണ പ്രവണതകൾ എണ്ണിപ്പറഞ്ഞാണ് തെറ്റുതിരുത്താൻ നിർദ്ദേശിക്കുന്നത്. തുടർഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തി നേതാക്കൾക്കിടയിൽ കൂടി. ഉത്തരവാദപ്പെട്ട ഘടകങ്ങളിലെത്തിയാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലി വാങ്ങിക്കൊടുക്കുക എന്നത് ചില നേതാക്കൾ അവകാശമായി കാണുന്നു. ഇവരുടെ പ്രവർത്തനം ഓരോ പ്രദേശത്തും വലിയ അവമതിപ്പിനിടയാക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തൊഴിൽ പാർട്ടി നേതാക്കൾ തട്ടിയെടുത്തുന്ന വികാരമാണ് പൊതുജനങ്ങളിൽ ഇതുണ്ടാക്കുന്നത്. ഇത് പാർട്ടിയും ജനങ്ങളും തമ്മിൽ അകൽച്ചയ്ക്കിടയാക്കുന്നുവെന്ന് CPM ആശങ്കപ്പെടുന്നു. അർഹതപ്പെട്ടവർക്ക് സംരക്ഷണം കിട്ടാതെ വരുന്നതോടെ അതിന് നിരാശ അവരിലുണ്ടാവും. അത് പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കർശന നിലപാട് വേണമെന്നാണ് സംസ്ഥാന സമിതി നിർദ്ദേശം. ജില്ലാ ഘടകങ്ങളിലെ ചർച്ചയ്ക്ക് ശേഷം ഏരിയ കമ്മിറ്റികൾ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുകയാണ്. പാർട്ടി ബ്രാഞ്ചുകളിലും ചർച്ചയുണ്ടാകും. രേഖയുടെ അടിസ്ഥാനത്തിലുള്ള തെറ്റുതിരുത്തൽ നടപടികളിലേക്കും CPM കടന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC തൊഴിലാളി സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. വരുമാനത്തിനനുസരിച്ച് ശമ്പളമെന്ന നിർദ്ദേശത്തിൽ യൂണിയനുകൾക്ക് ആശങ്ക വേണ്ട. സർക്കാർ അനുമതിയോടെ അല്ല നിർദ്ദേശമെന്നും സോണൽ മീറ്റിംഗിലാണ് ഇക്കാര്യം ഉയർന്നു വന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രായോഗിക തീരുമാനത്തെ തള്ളിക്കളയേണ്ട ആവശ്യമില്ലെന്നും ആന്റണി രാജു പ്രതികരിച്ചു. ഇതിനകത്ത് ആർക്കും ഒരു വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ശമ്പളം ഇപ്പോൾ തന്നെ ഈ മാസം കിട്ടിയത് 14-ാം തീയതിയാണ്. അത് 14-ാം തീയതിയോ 15-ാം തീയതിയോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായം കിട്ടുമ്പോൾ ശമ്പളം മതിയെന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതിനു മുമ്പ് ആരുടെയെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ശമ്പളത്തിൻ്റെ പകുതിയോളം 1-ാം തീയതിയോ 2-ാം തീയതിയോ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാമെന്നുള്ളതാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു വിവാദം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. കാരണം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്.
അല്ല, യൂണിയനുകൾ ഈ കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഈ കാര്യത്തിൽ ഒരു ആശങ്കയുള്ളതായിട്ട് എന്നോട് അവരാരും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഈ ഒരു വാർത്തയ്ക്കപ്പുറത്തേക്ക് ഒരു ഗൗരവമായി ഈ കാര്യം എന്നോട് അവരാരും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ യൂണിയനുകൾ, അംഗീകൃത യൂണിയനുകൾ ഈ കാര്യം ആവശ്യപ്പെട്ടാൽ ചർച്ച ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിപ്പോൾ 14-ാം തീയതി ആകുന്നു ഈ മാസം കൊടുത്തു. അത് അടുത്ത മാസം 1-ാം തീയതി പകുതി പണം ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. നിർബന്ധിച്ച് എല്ലാവരും 1-ാം തീയതി പകുതി വാങ്ങിക്കണമെന്നൊരു തീരുമാനമൊന്നും ഗവൺമെൻറ് മാനേജ്മെൻറ്റിനുള്ളതായിട്ട് തോന്നുന്നില്ല. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വെട്ടിലാക്കി ലൈഫ് മിഷൻ മുൻ സിഇഒയുടെ മൊഴി. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ രേഖകൾ തയ്യാറാക്കിയത് എം ശിവശങ്കറാണെന്ന് യു.വി. ജോസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. സാമ്പത്തിക ഇടപാടുകളിൽ പങ്കില്ലെന്നും യു.വി. ജോസ് വ്യക്തമാക്കി. മുഖ്യനെ കാത്ത് നാടെങ്ങും കരിങ്കൊടി. പാലക്കാട് ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 ഇടങ്ങളിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്ര ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അൻസാരി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. പുലർച്ചെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷബീർ എടയന്നൂരിനെ കരുതൽ തടങ്കലിലാക്കി. തലശ്ശേരി ചിറക്കരയിലും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി. ടൗൺ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കരുതൽ തടങ്കലിനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ഇറങ്ങിയാൽ ജനങ്ങൾക്ക് യാത്ര സാധ്യമാവുന്നില്ല. മുഖ്യമന്ത്രിയുടെ യാത്ര പുലി ഇറങ്ങിയെന്ന് പറയുന്ന പോലെയാണെന്നും സതീശൻ. ആകാശ് തില്ലങ്കേരിയെ തള്ളി പാർട്ടി. ആകാശ് തില്ലങ്കേരി വിവാദത്തെ പ്രതിരോധിക്കാൻ സിപിഎം. കണ്ണൂർ തില്ലങ്കേരിയിൽ തിങ്കളാഴ്ച വിശദീകരണ യോഗം സംഘടിപ്പിക്കും. കൊട്ടേഷൻ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഇന്ന് വൈകിട്ട് ഡിവൈഎഫ്ഐ പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്രിമിനലുകൾക്ക് മുമ്പിൽ വിരണ്ടു നിൽക്കുകയാണ് സിപിഎം എന്നാണ് പ്രതിപക്ഷ വിമർശനം. കൊട്ടേഷൻ ആഹ്വാനം നൽകുകയും പിന്നീട് പാർട്ടി കൈവിടുകയും ചെയ്തുവെന്നായിരുന്നു ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വെളിപ്പെടുത്തൽ സിപിഎമ്മിനെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. ആകാശ് ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമാണെന്നും ആകാശിന് മറുപടി പറയേണ്ടതില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചെങ്കിലും വിശദീകരണ യോഗത്തിനൊരുങ്ങുകയാണ് സിപിഎം. തില്ലങ്കേരിയിൽ തിങ്കളാഴ്ച നടക്കുന്ന യോഗം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കൊട്ടേഷൻ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയും പാർട്ടിക്കെതിരായ നുണപ്രചാരണങ്ങൾ തുറന്നുകാട്ടാനുമാണ് യോഗമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം ആകാശിന്റെ വെളിപ്പെടുത്തൽ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. സിപിഎമ്മിനെ ഇപ്പോൾ ക്രിമിനലുകൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. ഈ ക്രിമിനലുകളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കി അവരിപ്പോൾ പാർട്ടിയെ അതിൻ്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരടക്കമുള്ള സിപിഎം ഉപയോഗിച്ച ക്രിമിനലുകൾ നടത്തുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കൂട പിടിച്ചു കൊടുക്കേണ്ട ഗതികേടിലായി സിപിഎമ്മും സർക്കാരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ജയരാജന് വേണ്ടി വാട്സപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളാണ് ആകാശ് തില്ലങ്കേരി. അദ്ദേഹം എങ്ങനെയാണ് പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല ഇന്നലെ അദ്ദേഹമാണല്ലോ സ്വയം വന്ന് കീഴടങ്ങിയതല്ലേ, പോലീസ് പിടിച്ചല്ലോ. ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നതും കേസ് വാദിക്കാനായി 2,11,00,000 രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കണ്ണൂർ.
കൊച്ചിയിലെ നാവിക കമാൻഡും കപ്പൽശാലയും അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ 10 പ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായാണ് പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യ നിയമം ഈ പ്രദേശങ്ങളിൽ ബാധകമായിരിക്കും. കർശന സുരക്ഷാ നിരീക്ഷണം വേണ്ട മേഖലകളുടെ പട്ടിക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. പൊതുജനങ്ങൾക്കും പ്രദേശത്ത് കർശന നിയന്ത്രണമുണ്ട്. ഈ മേഖലയിലെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവരുന്നത് ശത്രു രാജ്യങ്ങൾക്ക് സഹായകമാകുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിനു പുറമെ തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സമാനമായ രീതിയിൽ സുരക്ഷാ മേഖലകളുണ്ട്. ഇന്ന് മഹാശിവരാത്രി. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടന്നു. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, ആഴിമല ക്ഷേത്രം, കോഴിക്കോട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം തുടങ്ങി പ്രധാന ശിവക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ശിവരാത്രി ദിവസത്തിൽ അട്ടപ്പാടി കൊല്ലംകടവിൽ മല്ലീശ്വരൻ വിളക്ക് തെളിഞ്ഞു. വിവിധ ആദിവാസി ഊരുകളിൽ നിന്ന് നൂറുകണക്കിന് സംഘങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. മല്ലീശ്വരമുടിയിൽ ശിവജ്യോതി തെളിഞ്ഞതോടെ ആദിവാസികൾ ശിവരാത്രി വ്രതം മുറിച്ചു. മലമ്പൂജാരികൾ 41 ദിവസം വ്രതമെടുത്ത ആദിവാസികൾ പൂജ ചെയ്ത ശേഷമാണ് ജ്യോതി തെളിയിച്ചത്. കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
ഇഷ ഫൗണ്ടേഷനിലെ ശിവരാത്രി ആഘോഷങ്ങൾ രാത്രി 12 മുതൽ രാവിലെ 6 മണി വരെ ന്യൂസ് 18-ൽ ഇടതടവില്ലാതെ കാണും. ആലുവ ദേശത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. കളമശ്ശേരി നഗരസഭാ ഓവർസിയർ ഷൈജുവിന്റെ മകൾ ആർദ്രയാണ് മരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ യാത്രയാക്കി മടങ്ങും വഴിയായിരുന്നു അപകടം. തൊടുപുഴ മുട്ടത്ത് വാഹനാപകടത്തിൽ ഒരു മരണം, ലോറിയും കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇടുക്കിയിൽ കാറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. കാഞ്ഞിരപ്പള്ളി സ്വദേശി മറിയമാണ് മരിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് മാറ്റി. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ മാസ്റ്റർ കാർഗോ വിമാനത്തിലാണ് 7 ആണിനത്തിലും 5 പെണ്ണിനത്തിലുംപ്പെട്ട ചീറ്റകളെ എത്തിച്ചത്. സ്പോർട്സ്. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ 1 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കി ഓസ്ട്രേലിയ. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 262 റൺസിന് ഓൾ ഔട്ടായി. 7 വിക്കറ്റിന് 139 റൺസിലേക്ക് തകർന്ന ഇന്ത്യയെ അക്സർ പട്ടേലും അശ്വിനും ചേർന്നാണ് കരകയറ്റിയത്. അക്സർ പട്ടേൽ 74 റൺസും അശ്വിൻ 37 റൺസും എടുത്തു. ഓസീസിന് വേണ്ടി നഥാൻ ലിയോൺ 5 വിക്കറ്റ് വീഴ്ത്തി. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ ഉസ്മാൻ ഖവാജിയുടെ വിക്കറ്റ് നഷ്ടത്തിൽ 61 റൺസ് എടുത്തു. ഇരുചക്രവാഹനം ഓടിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കിയതിന് പിന്നാലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന BMW ബൈക്ക് സ്വന്തമാക്കി നടി മഞ്ജു വാര്യർ. തമിഴ് സൂപ്പർ താരം അജിത്തിനൊപ്പമുള്ള മഞ്ജുവിന്റെ ബൈക്ക് യാത്ര വൈറലായിരുന്നു. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ധൈര്യത്തിന്റെ ചെറിയ കാൽവയ്പ് നല്ലൊരു തുടക്കം തന്നെയാണ്. നല്ലൊരു റൈഡറാവാൻ ഇനിയും മുന്നേറേണ്ടതുണ്ട്. റോഡിൽ എന്നെ കണ്ടാൽ ദയവായി സമാധാനത്തോടെ സഹകരിക്കണം. പ്രചോദനമായതിന് അജിത് സാറിന് നന്ദി. ഈ വാക്കുകളോടെയാണ് പുതിയ ബൈക്ക് സ്വന്തമാക്കിയ വിശേഷം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ സമൂഹമധ്യത്തിൽ പങ്കുവച്ചത്. BMW GS 1250 മോഡലിന് 22,50,000 രൂപയാണ് ഓൺ റോഡ് വില. മാരുതി ബലോനയും റേഞ്ച് റോവർ കാറും സ്വന്തമായുള്ള താരം അടുത്തിടെ മിനി കൂപ്പറിന്റെ ഇലക്ട്രിക് വാഹനവും സ്വന്തമാക്കിയിരുന്നു. തമിഴ് സൂപ്പർ താരം അജിത്തിനൊപ്പം മഞ്ജു ബൈക്കിൽ ലഡാക്ക് യാത്ര നടത്തിയ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഇതിനു പിന്നാലെ കാക്കനാട് RTO ഓഫീസിൽ നിന്നും ഇരുചക്രവാഹന ലൈസൻസ് സ്വന്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി.
സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റസമ്മത മൊഴി ഇനിയും എം ശിവശങ്കർ നൽകിയിട്ടില്ല. ആ ഒരു കുറ്റസമ്മത മൊഴി ഇല്ലാതെ ഈ കേസ് ദുർബലമാകുമോ എന്ന ഭയം ഇഡിക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. ഒപ്പം ഈ ശിവശങ്കരൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശിവശങ്കരൻ തുടരുന്ന മൗനം ഭജിക്കുക ആ ഒരു ലക്ഷ്യം കൂടി ഇഡി കാണുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശിവശങ്കരനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയത് ശിവശങ്കരന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലൻ നായരെയാണ്. അദ്ദേഹത്തിന്റെ മൊഴി എടുത്തപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. സ്വപ്നയ്ക്ക് വേണ്ടി ലോക്കർ തുറന്നു നൽകിയത് ശിവശങ്കർ ആണ് എന്ന മൊഴിയിൽ വേണുഗോപാൽ ഉറച്ചു നിന്നു. ഇത് സത്യത്തിൽ ഇതൊരു കുരുക്കായിരുന്നു ശിവശങ്കറിന്. അതിന് തുടർച്ചയായ ദിവസം വിളിച്ചു വരുത്തിയത് ലൈഫ് മിഷന്റെ മുൻ സിഇഒ ആയ നമ്മുടെ UV ജോസിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് പങ്കില്ല, കരാർ ഒപ്പിട്ടത് താനാണ്, കരാർ രേഖകൾ ഉണ്ടാക്കിയത് എം ശിവശങ്കറാണ്, അതിൽ കവിഞ്ഞ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല എന്നും UV ജോസ് ഇഡിയെ അറിയിച്ചു. ഒപ്പം അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക്കും റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ കരാർ, ആ കരാർ തന്റെ കയ്യിലില്ല എന്നും UV ജോസ് അറിയിച്ചിട്ടുണ്ട്. കരാർ നേരെ വിജിലൻസിന് കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൈമാറിയതാണ്, അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് UV ജോസ് പറയുന്നത്. ഏതായാലും ഈ കരാർ കിട്ടാത്തത് സ്വാഭാവികമായും ഈ അന്വേഷണ ഏജൻസിയെ, പ്രത്യേകിച്ചും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുഴയ്ക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചെടുക്കണം എങ്കിൽ ഈ കരാർ അത്യാവശ്യമാണ്. അത് വിജിലൻസിൽ നിന്ന് ഇനി എങ്ങനെ നേടിയെടുക്കാം എന്നൊരു ചിന്തയും ആശങ്കയും ഇഡിക്കുണ്ട്. അതേസമയം ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയുമാണ്. അഭിലാഷ്, അതായത് സുവി, ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഈ വാട്സപ്പ് ചാറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന സാഹചര്യമുണ്ടല്ലോ. അതോടൊപ്പമാണല്ലോ സ്വപ്നയും CN രവീന്ദ്രനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിലെ സാഹചര്യത്തിൽ CN രവീന്ദ്രനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ തേടുന്നതിലേക്ക് ഇഡി കടക്കുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? CM രവീന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഇഡി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് കോവിഡ് ആണ് എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുകയായിരുന്നു. അതിനുശേഷം ഒരു വിളിച്ചു വരുത്തലോ ചോദ്യം ചെയ്യലിലേക്കോ ഇഡി കടന്നിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ എം ശിവശങ്കർ കുരുക്കിലായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി CM രവീന്ദ്രനിലേക്ക് അന്വേഷണം നീളാനുള്ളൊരു ഘട്ടമുണ്ട്. കാരണം CM രവീന്ദ്രന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ CM രവീന്ദ്രൻ, ഒപ്പം തന്നെ എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, അതുപോലെ യദു കൃഷ്ണൻ, സന്ദീപ് നായർ, സരിത്ത്, ഇങ്ങനെ സന്തോഷ് ഈപ്പൻ, ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു കണ്ണി ഉണ്ടായിരുന്നു. UAE കോൺസുൽ ജനറൽ ഉൾപ്പെടെയുള്ള ഒരു കണ്ണികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇഡി കരുതുന്നത്. ആ കണ്ണി വലകൾ കണ്ടെത്തുകയാണ് ഇഡിയുടെ ഇനിയുള്ള ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം രേഖപ്പെടുത്തിയ അറസ്റ്റും ഈ എം ശിവശങ്കറിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് കക്ഷികളെ, അതായത് ഒന്നാം പ്രതി തൊട്ടുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യവും ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ തേടുക എന്നത് ആണ് ഇഡി ലക്ഷ്യമിടുന്നത്. അതിനാദ്യം വേണ്ടത് എം ശിവശങ്കറിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നമുക്കറിയാം, വിരമിച്ച ഒരു IAS ഓഫീസറാണ് അദ്ദേഹം. അധികാരത്തിന്റെ പരിലാളനകൾ അദ്ദേഹത്തിന് ഇനി കിട്ടില്ല എന്നൊരു പ്രതീക്ഷ ഇഡി വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPM പ്രതിരോധത്തിലാകുമ്പോഴും ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമോ? എന്തായിരിക്കും അദ്ദേഹം അധികാരത്തിൽ നിന്ന്, അതായത് സർവീസിൽ നിന്ന് പുറത്തു പോന്ന ശേഷം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മൊഴി ഇഡിക്ക് ലഭിക്കുമോ എന്നാണ് ഇഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ നിലവിലെ സാഹചര്യത്തിൽ ശിവശങ്കറെ സംരക്ഷിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇടതു നേതാക്കളെല്ലാം ശിവശങ്കറെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും സുബി സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. വളരെ പ്രധാനപ്പെട്ട പദവിയായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്നത്. സംശയ നിഴലിൽ ആയതിനു ശേഷവും വീണ്ടും അദ്ദേഹത്തിന് പദവി നൽകിയതുൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സുബി സൂചിപ്പിച്ചൊരു കാര്യം എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
നമസ്കാരം. കേറിവാട മക്കളെ എന്നുള്ള ഒറ്റ ഡയലോഗ് കൊണ്ട് ഫുട്ബോൾ അറിയുന്നതും അറിയാത്തവരുമായ ഫുട്ബോൾ ആരാധകരും അല്ലാത്തവരുമായ മലയാളികളെ ഒന്നടങ്കം കയ്യിലെടുത്ത സാക്ഷാൽ ഇവാൻ വോക്കമോനോവിച്ച് ആണ് നമ്മുടെ അതിഥി. വെൽക്കം ടു ന്യൂസ് 18 Kerala, coach. Thank you very much, my pleasure. So you obviously made out what I said in our own language, Malayalam, about you, the opening dialogue. Yeah, I suppose. Yeah. So I would love to start with that because this Kerivada Makale was addressed at the football fans. Yeah. It wasn't a PR exercise. It wasn't a scripted thing. This very clearly felt like something which came from inside, from your heart. And I've read that there is a background to this because you once have been a very passionate fan. This is one story which a lot of Malayalis do not know. Can you tell us about that adventure that you had at the age of 14, if what I read was correct? Yeah, exactly. Well, when you start shooting the ball around your house, of course you dream about being part of big events. My dream was to be a football player, to play in front of huge crowd in my country, in front of all those fans. My favorite club named Red Star. So Red Star. Yeah, actually Red Star managed to have couple of really nice seasons between 1987, 88 till 1990s and inside the 1990s, and actually won Champions League competition in 1991. Right. Which is today a big deal, of course, and back then it was kind of the start of that great competition. So back then I was dreaming about playing for that club. I was playing for my local club in town where I have been born. So actually the capital city of Belgrade is like 200 kilometers from my hometown, and I was thinking about going and watch the game of semi-finals of Champions League in Belgrade, where actually our team, Red Star, was supposed to play against the big Bayern Munich, German club. And especially like it was the second leg game, because the first game in Munich in Germany, Red Star won 2-1. So everybody was excited, everybody wanted to be there. I had no idea how to get there. I was like 13, 14 years old boy. And the only thing I knew that my aunt, actually the sister of my father, she used to live in Belgrade. I knew how to reach there. So how to get the train, how to hit those 200 kilometers, arrive to a huge central train station in Belgrade, which is capital like city today, like I think more than around 3 million people maybe, you know. And then from that central station to go to her house, and that's it. That's what I knew when I was young boy, because knowing being there in the summer for a vacation or something like that. So then I decided and told my mother one day that I would like to do that. And she was actually against that, saying, how you going to do that? We didn't have money. So I was collecting for days from my family, from my mother. Every day when you go to school, they give you some money, you know, small amounts to buy something to eat. So I was collecting that, not eating, even like collecting, because I wanted to buy that train ticket and go to capital city to watch that game, because for me it was something priceless. So then that day early in the morning, waking up, taking my books, faking like I'm going to school. Even I remember telling my mother I'm going to go. She was like, no, you must not go, you cannot go. Like even threatening me, like don't even think about it. So actually that day I was faking, taking my book, saying, okay, I go to school, running from my house to central station, 6:20 in the morning, getting the train, traveling to Belgrade capital for about 3 hours, 3.5 hours by train. Okay. Arriving there, arriving around 10 o'clock in the morning, the game was in the evening, 8:45. So then going to my aunt, she was not there, she was working. So I had to sit in front of the building till 3 o'clock in the afternoon waiting for her. That was back then, no cell phones, you know. There was like, you had a home phone or something. Then when she saw me, she was surprised, like what happens? So then we went in, she called my mother. She was furious, like threatening me, when you come back home, I'm gonna destroy you, all these things. So I said, I don't care, like I'm going for I didn't even have the ticket. Okay. So then I went earlier before the game to stadium. I met one friend from my school. He was with his father and his uncle.
So we went around together, we bought a ticket, find a ticket, witness it like one of the biggest games, Red Star leading 1-0, then in 5 minutes going down 2-1, losing against Germans, so many pressure, and then in a 92nd minute, one situation, one like goal for eruption of the stadium, and draw 2-2, leading actually my favorite club to the finals, which actually later they won. It goes by the first leg. Yeah, and actually they qualified for the finals, and I even remember arriving later on with my friend and his father and uncle by car back home. Of course, my mother. I got beaten. I got beaten hardly, But actually, I was kind of. I don't care. We qualified for the finals, and she actually. I think that was the moment where she actually understood. Okay, this boy, she's committed. She's dedicated to it, and I was training hard. I was practicing. My dream was to become a football player. One day playing for that club, which actually came true later enough. And these kind of things give you passion, give you something that you want to believe even more and go for it. And realizing you have to work hard for that. There is nothing being granted for, so nobody will come to your door and offer you things. You have to fight for that. You have to work for that really hard. So maybe that was the turning point, key point into my football life. Then you became a player. I mean, when you look at it, like you were a striker, you were a midfielder, then you were a central defender. Yeah. I think that was a point in time, at least in this part of the country, like you are left winger, you are a left winger for life. You are on the right wing, you're there. You're centre back, you're centre back. So you had that flexibility in the system, which was once Yugoslavia and now Serbia. Yeah. Or were you personally flexible and adapting to various roles like? I think so, because back then, when we speak about football players' education, the football coach was like he's the boss, so he decides. And then when you face, as a young player, you face a coach who has a name, who experienced certain level, and then when he says something, then you have to listen. So then, in the youth, I was playing as a striker. Then, by some of these famous coaches, moved back to a midfield. Later on, when I started as a professional on a top level, even by some coaches, even of a higher level, pushing me back, playing as a central defender. These kind of things gave me later on different perspective and different football sides, where actually I was understanding the game more and more. How a central defender think about the game and sees the game itself, how midfielder has to behave, how strikers behave. For example, take a good example of today's modern football on the top level. How many top football coaches you will find who used to play as strikers? Very few, small percentage, because their football perspective during the playing time was opposite, because most of the game they're staying on the pitch back to the opponent goal, which means our right side for him is a left side, our left side for him is a right side. So everything's opposite. And then they are playing in kind of opposite perspective, where actually later when they become coaches, there are different circumstances. Today, speaking about top coaches on top level in English clubs, maybe some national teams, most of those coaches, they used to play as a central midfielders, as a central defenders. Some of them were goalkeepers, because the goalkeeper position is one of the best. You see everything in front of you. Panoramic view. Yeah. As a central midfielder, you are in the center of something and you have to circle around, and it's different. As a defender, again, everything is in front of you. So many other different perspective, all the football players have at the end of career. Some of them strikers, so I will not put the stamp on it. They made great career as a football coaches, but only few of them. Most of the coaches today, you will find these guys who were hard workers, team players mostly, working for a team. And these guys today, that's why maybe they're giving more and more to some players today, like in development program. Again, strikers, they were good stars, big stars, ego. And at the end of the season, when they realize it's hard work, coaching job is a hard work, they mostly say, why should I do that? Because I used to get my glory, I used to get my fame. So, but anyway, with all due respect to everybody, so it's quite a different perspective. So that kind of thing gave me maybe different
points of view in my later on football career where actually I was solving many problems during the game as a player with ease. This flexibility is now on display. I mean, you're not rigid in terms of tactics, techniques, putting players in certain positions. You have one style of support when Sahal Samad is playing. You have another kind of player and KP Rahul comes in. So you have tuned and trained the rest of the team to adapt to their style. If one is a touch and burn player, the other one is fast, direct and coming in. But you know, every player is different because all of us in this world, we are different in a way of mentality, character, approaching things, understanding football. So in a football world, when we speak about the players, and when you enter the dressing room, let's say 25 different mentalities, 25 different characters, it might happen that you have different nationalities, all of them coming from different parts of the world, different religions. You must understand all those things, you must accept all those things. And then many players, if you want to get, so the biggest, the most important point of a coaching job, like taking the maximum out of it, you know, making results. So a long time ago, the football coaches, you have approach of a football coach, everybody must adapt to him. This is his way. So then all of us, when we try to adapt to his way, some of us will get maximum out of it, some of us will not, because his approach doesn't fit you. It fits him, but not you and me maybe. Today as a football coach, you must be also kind of psychologist, you know, understanding all these differences in order to get maximum out of them, all of them. So then with some players, you must have hard approach. With some players, you must have friendly approach. Some players, you must caress and talk nicely. With some players, you must be rude, you must be hard in order to get maximum out of it. Not only here, but all around the world, because this is the way how football works. You know, they're coming from different backgrounds, they're coming from different family education systems and everything. So, and you have to recognize that as soon as possible in order to get maximum, because they have to perform. That's it. Even what you got was a team which was rich in talent, definitely, no, but which was really showing streaks of brilliance. Like, you know, you suddenly surprise all your fans, you perform. Suddenly, you know, you go down. So you came in, even at that point, if I'm right, nobody gave much of a chance in terms of advancing to the playoffs or even the final. We like that. We like that when they don't give us a chance. It was the case last season as well. Yeah. After so many disappointing years, nobody was expecting us to be there, first of all in playoffs, beating all these big teams last year in the bubble. Then reaching playoffs, nobody was giving us a chance to reach the finals. We reached the finals because in football anything is possible, especially in this beautiful league as ISL. Anybody can beat anybody, you know. So you have to fight for it. And then when you find a way and when you input all the empathy, emotions, hard work, dedication in Kerala Blasters, which is in my eyes now after close to the end of the second season, Kerala Blasters is something that nobody has in India. With all due respect to all the clubs, I always show my respect to all those clubs and all those people working in it. But the emotion, the fans and everything what happens around Kerala Blasters, it exists only in Kerala. So with all due respect, and that emotion which gives you something extra, which actually push you forward, that as a player you want to give something extra onto that pitch, that creates that kind of wow effect that as Kerala Blasters you can surprise and beat anybody you want. So this is something extra that we managed last year. Okay, in bubble without the fans. Now it's quite different with fans. Even better, I'd say. So we'll try to do that.
സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റസമ്മത മൊഴി ഇനിയും എം ശിവശങ്കർ നൽകിയിട്ടില്ല. ആ ഒരു കുറ്റസമ്മത മൊഴി ഇല്ലാതെ ഈ കേസ് ദുർബലമാകുമോ എന്ന ഭയം ഇഡിക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. ഒപ്പം ഈ ശിവശങ്കരൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശിവശങ്കരൻ തുടരുന്ന മൗനം ഭജിക്കുക ആ ഒരു ലക്ഷ്യം കൂടി ഇഡി കാണുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശിവശങ്കരനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയത് ശിവശങ്കരന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലൻ നായരെയാണ്. അദ്ദേഹത്തിന്റെ മൊഴി എടുത്തപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. സ്വപ്നയ്ക്ക് വേണ്ടി ലോക്കർ തുറന്നു നൽകിയത് ശിവശങ്കർ ആണ് എന്ന മൊഴിയിൽ വേണുഗോപാൽ ഉറച്ചു നിന്നു. ഇത് സത്യത്തിൽ ഇതൊരു കുരുക്കായിരുന്നു ശിവശങ്കറിന്. അതിന് തുടർച്ചയായ ദിവസം വിളിച്ചു വരുത്തിയത് ലൈഫ് മിഷന്റെ മുൻ സിഇഒ ആയ നമ്മുടെ UV ജോസിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് പങ്കില്ല, കരാർ ഒപ്പിട്ടത് താനാണ്, കരാർ രേഖകൾ ഉണ്ടാക്കിയത് എം ശിവശങ്കറാണ്, അതിൽ കവിഞ്ഞ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല എന്നും UV ജോസ് ഇഡിയെ അറിയിച്ചു. ഒപ്പം അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക്കും റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ ആ കരാർ തന്റെ കയ്യിലില്ല എന്നും UV ജോസ് അറിയിച്ചിട്ടുണ്ട്. കരാർ നേരെ വിജിലൻസിന് കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൈമാറിയതാണ്. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് UV ജോസ് പറയുന്നത്. ഏതായാലും ഈ കരാർ കിട്ടാത്തത് സ്വാഭാവികമായും ഈ അന്വേഷണ ഏജൻസിയെ, പ്രത്യേകിച്ചും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുഴയ്ക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചെടുക്കണം എങ്കിൽ ഈ കരാർ അത്യാവശ്യമാണ്. അത് വിജിലൻസിൽ നിന്ന് ഇനി എങ്ങനെ നേടിയെടുക്കാം എന്നൊരു ചിന്തയും ആശങ്കയും ഇഡിക്കുണ്ട്. അതേസമയം ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയുമാണ്. അഭിലാഷ്, അതായത് സുബി, ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഈ വാട്സപ്പ് ചാറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന സാഹചര്യമുണ്ടല്ലോ. അതോടൊപ്പമാണല്ലോ സ്വപ്നയും CN രവീന്ദ്രനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിലെ സാഹചര്യത്തിൽ CN രവീന്ദ്രനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ തേടുന്നതിലേക്ക് ഇഡി കടക്കുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? CM രവീന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇഡി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് കോവിഡ് ആണ് എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുകയായിരുന്നു. അതിനുശേഷം ഒരു വിളിച്ചു വരുത്തലോ ചോദ്യം ചെയ്യലിലേക്കോ ഇഡി കടന്നിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ എം ശിവശങ്കർ കുരുക്കിലായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി CM രവീന്ദ്രനിലേക്ക് അന്വേഷണം നീളാനുള്ളൊരു ഘട്ടമുണ്ട്. കാരണം CM രവീന്ദ്രന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ CM രവീന്ദ്രൻ, ഒപ്പം തന്നെ എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, അതുപോലെ യദു കൃഷ്ണൻ, സന്ദീപ് നായർ, സരിത്ത്, ഇങ്ങനെ സന്തോഷ് ഈപ്പൻ, ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു കണ്ണി ഉണ്ടായിരുന്നു. UAE കോൺസുൽ ജനറൽ ഉൾപ്പെടെയുള്ള ഒരു കണ്ണികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇഡി കരുതുന്നത്. ആ കണ്ണി വലകൾ കണ്ടെത്തുകയാണ് ഇഡിയുടെ ഇനിയുള്ള ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം രേഖപ്പെടുത്തിയ അറസ്റ്റും ഈ എം ശിവശങ്കറിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് കക്ഷികളെ, അതായത് ഒന്നാം പ്രതി തൊട്ടുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യവും ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ തേടുക എന്നത് ആണ് ഇഡി ലക്ഷ്യമിടുന്നത്. അതിനാദ്യം വേണ്ടത് എം ശിവശങ്കറിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നമുക്കറിയാം, വിരമിച്ച ഒരു IAS ഓഫീസറാണ് അദ്ദേഹം. അധികാരത്തിന്റെ പരിലാളനകൾ അദ്ദേഹത്തിന് ഇനി കിട്ടില്ല എന്നൊരു പ്രതീക്ഷ ഇഡി വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPM പ്രതിരോധത്തിലാകുമ്പോഴും ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമോ? എന്തായിരിക്കും അദ്ദേഹം അധികാരത്തിൽ നിന്ന്, അതായത് സർവീസിൽ നിന്ന് പുറത്തു പോന്ന ശേഷം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മൊഴി ഇഡിക്ക് ലഭിക്കുമോ എന്നാണ് ഇഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലെ നിലവിലെ സാഹചര്യത്തിൽ ശിവശങ്കറെ സംരക്ഷിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇടതു നേതാക്കളെല്ലാം ശിവശങ്കറെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും സുബി സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. വളരെ പ്രധാനപ്പെട്ട പദവിയായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്നത്. സംശയ നിഴലിൽ ആയതിനു ശേഷവും വീണ്ടും അദ്ദേഹത്തിന് പദവി നൽകിയതുൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സുബി സൂചിപ്പിച്ചൊരു കാര്യം എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
ഇത് എത്രത്തോളം പ്രതിരോധത്തിലാകുന്നുണ്ട്? ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒന്നാണ്. റെഡ് ക്രസന്റും യുണിടാക്കും തമ്മിലുള്ള ധാരണയാണ്. What exactly, I mean, is this or was this part of your entire plan to transform this team? Because it was a clear transformation. It's not as if you brought in so many players suddenly, or you did not import, extra players or nothing. You transformed the team. That's the most important thing, because changing, and the most difficult thing, changing the mentality and character of your team, of your approach, of all these things going around the club together with fans, that actually you want to create a fortress of your stadium. You want to create that wow effect that, with all due respect again, we want our opponents, when they look at the fixture, saying, okay, next weekend we are going to Kerala. Holiday. It will be tough. It will be really tough. Once it was a holiday. Let's have an easy time. Once it was a holiday, players speaking and saying, okay, we go to Kerala to score a couple of goals, to get points. Now, we wanted to create something different now. And to create that, you need both sides to act simultaneously, together with fans. You want to create that it functions. How? First of all, from our side, we have to give everything. Coaching staff, everybody in the club, players on the pitch. We want to give something extra on the pitch, where actually the opponents, they must feel that it's our home ground. When fans, they see that, they will support you. They will push you forward. Then you will find more power in that to give something extra to win the games. This is how it goes all around the world. And I think that is the most difficult thing to change. The mentality, the character of your team and your club, saying, we want to be that club. We want to be that team. So actually, when we play at home, that everybody else going out for the warming up, they have to know, wow, today it will be tough. It will be tough today. And then when they feel the force, the way we want to play, to score goals, everything. So actually, these kind of things, from the very first moment when we started our cooperation, talking to our management, I was saying that I would like to create that. We would like to change that, because Kerala Blasters can become one of the teams in this league who is always in top, who always has something special. And I think that Kerala Blasters has that something special. And Kerivada Makale was part of that strategy, wherein the push, the passion which the fans have, you added fuel to that fire. I think that it came from the heart. At that moment, we were, I think we were qualified for the finals, when actually it just came, and I said, kind of a moment where I actually created that. And the stadiums were opening up. Yeah, that was the first game after so long that they were allowing fans to come into the stadium, and it was like a call. Come on, let's do it together. So, and I was glad that they arrived in Goa to support us. And I haven't seen a lot many coaches addressing the fans. Forget even, sparing a moment to where did you pick this up, and what was the inspiration? You actually address the fans, Well, maybe knowing the fact that the football team is not only one unit that can create something special. You need fans, you need all the community supporting you. You need to give something back to your community. That's why I always say, my players, before games, we go out and play this game, and later on when we get back here in the dressing room and look into each other's eyes, I want to see that we have no regrets. Because in professional football, whether you win, you lose, you draw, it happens. This is professional sport. Anything can happen. But at the end of the game, if you have that feeling that you did everything today, you gave everything, and you have no regret looking at yourself in the mirror at the evening, brushing your teeth or whatever, and saying, today I gave everything. I did everything for myself, for my teammates. So we lost. Yeah, okay, we shake hands with our opponent saying, okay, today you were better. Next time I'll see you again, okay? But with that feeling, when you do that, you will never disappoint. The fans, they're not crazy. They recognize that. They recognize good vibrations, good feeling. And when you do everything, you give everything, despite the result, you will always have support. And then this kind of approach I felt long time ago, when I was playing for my favorite club in my home country,
later on during my player career, I recognized and I knew also getting in touch with some different coaches where actually they taught you like these kind of things. If you want to reach something in your football life, that's the only way. Hard work, dedication, do everything you can on the pitch for yourself, for your teammate. You know, if your teammate, he loses a ball, go fight for that ball. Why? Because later when you lose the ball, he will do the same. This is kind of bond of brothers, you know, the team that you want to create. And this kind of thing that actually we want to transfer, that again, Kerala Blasters becomes this kind of team where everybody can see that everybody fight for each other. I've read somewhere that you're an A to Z coach, like you don't leave, physical fitness to the fitness chap, diet to the dietitian, whatever. Like you get involved in their diet and their practice and their technique in their, not just the football training, their physical training. Is that how you were also trained? Or yeah, as a manager now, of course, you have a technical staff, medical staff. Everybody is responsible for something. Of course, as a manager, you control and you supervise all those things when we decide about certain approaches or moves. We're all together, we decide, and I like to listen the specialist. In this case, conditional coach, you want to listen his opinion, you want to listen your assistant opinion, you want to listen your doctor's opinion, and all those things at the end, we make decisions all together. Of course, as a manager, you have to take decisions. Even sometimes I say, as a football manager now, as a coach, head coach, you have to take decisions. Sometimes these decisions will not benefit me, will not benefit player himself, but I always look at these decisions, they benefit the team at the end result. And sometimes you have to put all those emotions aside, which is sometimes not easy, but this is part of the job. So then I like to give all of these people space and time to express themselves, not only players, making mistakes, doesn't matter, next time will be better. Just go for it, okay? Technical stuff, medical stuff, everybody takes responsibility. I'm not kind of leader who will say, okay, this is the situations, this is what we're going to do, let's do it. No, I like to hear different opinions and then all together taking this decision. Of course, at the end, we'll sit down and make those decisions. So this is how it goes. So that's why maybe it came from my background again, being part of different clubs, different environments, different countries, getting in touch with different approaches. So maybe today that gives something different. Does Blasters have a problem with its bench strength? Because one or two, injuries to some crucial players suddenly upsets the balance, or are you happy about it? There is one thing with the ISL that bothers, I think, everybody because it's on a short term. So in some other countries, you have between 34 and 38, 40 games per season. In ISL with 20 games, what happens? When you start a new season, there are new faces. You must create new dynamic. You must create new team spirit. You must create new automatism that everybody will fit in, actually. What happens then after a short period of, let's say, 10 or 12 games, something, you lose somebody, you can feel it. In a longer term competitions, then there is another players, they fit in, they get the time and everything. In ISL it's quite different. But whenever it happens with us, we don't cry about it. We don't, there are other guys, they are ready. That's why as a coaching staff, we always want to have all of them ready. So wherever something happens, that they can jump in and do the job. So of course, it's different when you change a player because not one player is same. Everybody says, hey, you lost one player, can you replace him? No, absolutely impossible because you cannot replace because not one player is the same. You can just fit in somebody else, he can try to do the job and that's it. But even now when we faced some of these changes, we were not crying about it. Okay, there are other players, jump in, do the job, and let's go for it. This is how we accept it. We never speak about it negatively. No, it's a part of football business. Let's go. Don't complain, don't whimper. No need, because complaining is kind of finding excuses, Everybody says excuses are there to use them. No, I'm not that type of coach. We want to continue with the power and players we have. There are also the unavoidable thing in football, younger players knocking on a door saying,
I want to pick up your spot, you know. I want to fight for my spot on the pitch, so you have to give them chance. They deserve it. So as a coach, you want to see those boys having that ambition to arrive there. So as a coach, you are pleased to see that. So you have to go with the flow. So is that also the inspiration for your, what do you call, the Blaster school, from juniors, kids, Yes. under 19, under 17, under 15, you call any age group? I think that all the boys being part of those young groups, they have to realize that there is chance that they can become senior football players in Kerala Blasters, which we are proving and showing now in the last period, that more and more boys from this educational process, they are knocking on a door and coming to the first squad. And this is also part of our objective, developing this Malayali part of football, Kerala football, that these boys later being recognized on a level of national teams, not only young national teams, but senior national team, football club, Kerala Blaster, or any other club in ISL. So this is part of football, and we want to participate and develop that thing, which can actually afford our club to become even stronger. This was one question which I had kept for last, but then since you've already taken on to the Malayali footballers, and an extension of which is the Indian footballers, do you think there is a realistic chance? Because this is one joke that we football fans share, like, will we be able to see an Indian team play a World Cup match in our lifetime? So, one, is there a realistic chance, Yes, realistically speaking? I think so, yes. Because, let's say, 20-something years ago, one process around the world started, where actually many countries realized that everything goes and starts from a youth development. If you want to create one strong senior national team, you have to create it from your youth roots. And it starts from a football education from the age of 15, 16, where actually throughout that process, these players, they become better. They get as a proper education. The same example, if you want to go and study in university, first you have to go to primary school. You have to learn how to write and read, okay? Because later you cannot go to study if you don't know to read and write. No chance. So that's why in today's world of football, where many countries, more than 100 countries, today we have more than 200 something countries participating in World Cup qualification. So more than 100 countries are already into that process of developing youth players who later become the top players on a senior level. How? Going through that process, they go to better clubs, they have better education, they become better, playing in better competition, playing on a more serious level, you know, even in ISL. And then what happens? Them becoming better in a youth system, they will be participating in new national teams, participating in big tournaments. Later, when this generation grows up, it becomes your senior generation, fitting in with good players, and then you create one good unit for the next 10 years. And then you can hope that you can achieve through the Asian Cup something more serious, and it is possible. It is possible with the right process, right education, that you arrived to that level. Many countries, they proved that. And it started from some South American countries, European countries. I've been part of this Belgium education process, which started 2006. Today you have so many top Belgian players in the top level. National team was for years first on a FIFA ranking, and Belgium is a small country, you know, small country of 11 million people. They created the process, they created the project, they said, let's go for it. So India has talent. It must work a little bit more on infrastructure to develop these training centers and all these things. One day I think it's possible. ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റസമ്മത മൊഴി ഇനിയും എം ശിവശങ്കർ നൽകിയിട്ടില്ല. ആ ഒരു കുറ്റസമ്മത മൊഴി ഇല്ലാതെ ഈ കേസ് ദുർബലമാകുമോ എന്ന ഭയം ഇഡിക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. ഒപ്പം ഈ ശിവശങ്കരൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശിവശങ്കരൻ തുടരുന്ന മൗനം ഭജിക്കുക, ആ ഒരു ലക്ഷ്യം കൂടി ഇഡി കാണുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്
ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയത് ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലൻ നായരെയാണ്. അദ്ദേഹത്തിന്റെ മൊഴി എടുത്തപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. സ്വപ്നയ്ക്ക് വേണ്ടി ലോക്കർ തുറന്നു നൽകിയത് ശിവശങ്കർ ആണ് എന്ന മൊഴിയിൽ വേണുഗോപാൽ ഉറച്ചു നിന്നു. ഇത് സത്യത്തിൽ ഇതൊരു കുരുക്കായിരുന്നു ശിവശങ്കറിന്. അതിന് തുടർച്ചയായ ദിവസം വിളിച്ചു വരുത്തിയത് ലൈഫ് മിഷന്റെ മുൻ CEO ആയ നമ്മുടെ UV ജോസിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് പങ്കില്ല, കരാർ ഒപ്പിട്ടത് താനാണ്, കരാർ രേഖകൾ ഉണ്ടാക്കിയത് M. ശിവശങ്കറാണ്, അതിൽ കവിഞ്ഞ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല എന്നും UV ജോസ് EDയെ അറിയിച്ചു. ഒപ്പം അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക്കും റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ ആ കരാർ തന്റെ കയ്യിലില്ല എന്നും UV ജോസ് അറിയിച്ചിട്ടുണ്ട്. കരാർ നേരെ വിജിലൻസിന് കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൈമാറിയതാണ്. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് UV ജോസ് പറയുന്നത്. ഏതായാലും ഈ കരാർ കിട്ടാത്തത് സ്വാഭാവികമായും ഈ അന്വേഷണ ഏജൻസിയെ, പ്രത്യേകിച്ചും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുഴയ്ക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചെടുക്കണം എങ്കിൽ ഈ കരാർ അത്യാവശ്യമാണ്. അത് വിജിലൻസിൽ നിന്ന് ഇനി എങ്ങനെ നേടിയെടുക്കാം എന്നൊരു ചിന്തയും ആശങ്കയും ഇഡിക്കുണ്ട്. അതേസമയം ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയുമാണ്. അഭിലാഷ്, അതായത് സുവി, EDയെ സംബന്ധിച്ചിടത്തോളം ഈ വാട്സപ്പ് ചാറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന സാഹചര്യമുണ്ടല്ലോ. അതോടൊപ്പമാണല്ലോ സ്വപ്നയും CN രവീന്ദ്രനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിലെ സാഹചര്യത്തിൽ CN രവീന്ദ്രനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ തേടുന്നതിലേക്ക് ED കടക്കുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? CM രവീന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ED CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് കോവിഡ് ആണ് എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുകയായിരുന്നു. അതിനുശേഷം ഒരു വിളിച്ചു വരുത്തലോ ചോദ്യം ചെയ്യലിലേക്കോ ED കടന്നിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ M. ശിവശങ്കർ കുരുക്കിലായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി CM രവീന്ദ്രനിലേക്ക് അന്വേഷണം നീളാനുള്ളൊരു ഘട്ടമുണ്ട്. കാരണം CM രവീന്ദ്രന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ CM രവീന്ദ്രൻ, ഒപ്പം തന്നെ M. ശിവശങ്കർ, സ്വപ്ന സുരേഷ്, അതുപോലെ യദു കൃഷ്ണൻ, സന്ദീപ് നായർ, സരിത്ത്, ഇങ്ങനെ സന്തോഷ് ഈപ്പൻ, ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു കണ്ണി ഉണ്ടായിരുന്നു. UAE കോൺസുൽ ജനറൽ ഉൾപ്പെടെയുള്ള ഒരു കണ്ണികൾ ഉണ്ടായിരുന്നു എന്നാണ് ED കരുതുന്നത്. ആ കണ്ണി വലകൾ കണ്ടെത്തുകയാണ് EDയുടെ ഇനിയുള്ള ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം രേഖപ്പെടുത്തിയ അറസ്റ്റും ഈ M. ശിവശങ്കറിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് കക്ഷികളെ, അതായത് ഒന്നാം പ്രതി തൊട്ടുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യവും ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ തേടുക എന്നത് ആണ് ED ലക്ഷ്യമിടുന്നത്. അതിനാദ്യം വേണ്ടത് M. ശിവശങ്കറിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നമുക്കറിയാം, വിരമിച്ച ഒരു IAS ഓഫീസറാണ് അദ്ദേഹം. അധികാരത്തിന്റെ പരിലാളനകൾ അദ്ദേഹത്തിന് ഇനി കിട്ടില്ല എന്നൊരു പ്രതീക്ഷ ED വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPM പ്രതിരോധത്തിലാകുമ്പോഴും ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമോ? എന്തായിരിക്കും അദ്ദേഹം അധികാരത്തിൽ നിന്ന്, അതായത് സർവീസിൽ നിന്ന് പുറത്തു പോന്ന ശേഷം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മൊഴി EDക്ക് ലഭിക്കുമോ എന്നാണ് ED ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പോലെ നിലവിലെ സാഹചര്യത്തിൽ ശിവശങ്കറെ സംരക്ഷിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇടതു നേതാക്കളെല്ലാം ശിവശങ്കറെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും സുബി, 11 million in a small country. This is one benchmark or measuring glass that we use. Such a huge country, such a huge population. Look at that country, look at this country with 1/100th of our population, 1,000th of our infrastructure, but they're winning gold in Olympics and going through in World Cups, this, that. So what is lacking? I mean, it's high time you looked at it frankly. What is lacking? Is it infrastructure? Is it the physique? Is it the diet? Is it the body?
or is it emotional? Starting from infrastructure, starting for correct education, sports education on a football level. And it starts also from a federation part, where actually, I'll give you again example from Belgium, where actually they started that process in 2006, and in 2009-10, they realized they don't have coaches who can push further on for that project. And they said, okay, what we have to do? Let's educate new coaches. So then you have new educational coaching system coming on. I was part of that first generation. And so with all these together, then together with the fans, then you unite all the clubs saying, okay, we as a federation, we will work like that because we want our players to be developed on that way in order to get them on a higher level. So then all the clubs have to organize their youth system. I think that half of the clubs in ISL, they don't have youth systems, you know. So every year, what they're doing? They go into transfer market, they go and buy players, okay? And so what? So you play one season, you arrive at the end of the season, okay, it's done, go back to zero, restart. So again, you go back to zero. So you don't have this continuity, this consistency of that process, where actually if you oblige and say all the clubs, you must have all of you youth system, senior team, B team, under 21, under 19, under 17, under 15, and these guys, they will go step by step, like in a school, all the clubs. Then you will plunge so many talents to your national teams. Your national teams will become better. Your national young teams will be recognizable more on an international level. These players, young, they become better, coming to senior level, and you have better national team. And you can go with your talent. India has a great talent, has a great dedication of survival spirit, you know, and that's important in a football level. Fighting spirit, you know, for that game, for that victory. And then you start winning here around in Asia. And then you become recognizable. One day, you will be there. Then later on deciding, or you in your coaching education, getting your domestic coach as a national team, international coach, doesn't matter. It goes like together because many teams, even the top national teams, they have international coaches. Doesn't matter. It's about the coexistence of that system which will provide all this. This is a project. And like I say, more than 20 years, more than 100 countries, they're doing that. Whoever is not doing that, they're left behind because that gives results. So you have to change those things together with infrastructure, approach, cooperation, clubs, federation, creating this new generation because the market of Indian football is small. You have 11 teams in ISL, 12 teams in the I-League. Okay, 23 teams, half of the players not available because they are under contracts. Half of the players you cannot get because they are not affordable from budget-wise. Then the market is so small that you can choose between players you have or similar players. So why do you change? The only thing, you have to create new players because these players, they will turn around for a couple of more years. If you then don't have new project, who's going to play in the next 3-4 years? If you don't have that process. So we as a club, we started last year. We want to do that because it's our idea. And we think that it will bring new results, new young players going to national teams, and new young Malayali guys going onto the level of ISL. We want to see that. Given that, yes, we build infrastructure, we bring in coaches, we have a coaching system, everything in place. Is there a problem with the physique, with the diet? Because you look at those, European players, the African players, you look at the way their muscles stand out, the way they physically fit, the speed, the skill. Do you think we have it in us to match that? Yes, I think yes. Look, if we go back in, a couple of years ago or something, Barcelona in the golden period, you know, all the players, they were quite small, you know, quick with the ball, quick in the passing, you know. There were some tough players, but not all of them. And everybody was saying, how the hell these guys, they are so small, they can win the Champions League a couple of times. That's a process, that's a system. Of course, genetics is important, but what I've seen so far in India, there is talent, there is physics. Indian players are really quick, you know. Then being capable of playing into these weather conditions puts you into advantage. So many players, international coming in India, they suffer, they cannot play here because weather conditions, humidity, it's not easy. So many of those things you can use as an extra weapon. Then when you start those process with the youth, of course there's education about feeding, there's education about all other things that you push
through those systems, and when they arrive on a senior level, they're ready. Physically, they're ready. Mentally, well, you push them to be ready to playing in front of the crowd. This is part of your growing up process as a football player. So there is everything you need with, I think, even better infrastructure that you have to provide with training centers, every club. I would also advise and oblige as a head of ISL that every club must build up a new training center, okay? Training facilities, because there is a lack of training facilities. Many times we go around India playing these games far away. You have to go 2 days in advance. You go there, like you face in the city of 12 million people, you don't have a football ground to practice. This is not acceptable. So you cannot advance and you cannot improve if you don't have this kind of infrastructure. You know, with all due respect to any other sport, that India is really good in it. But if you want to advance in football, you have to do that. You have to, as a club, because it's also an asset. Tomorrow it brings you value. Many coaches, many players, international, when you say, you know, we as a club, we have a really nice training center. This is the first question one player asks in Europe, for example, when he got offer from one club. Do they have a training center? Let me see it. If they don't have these qualities, they don't consider going there. These things are really important. So if you want to attract later players of highest level, coaches of the highest level, more quality, the first thing, you have to provide facilities, you have to provide infrastructure that these people come and say, wow, I want to be here. I don't want to consider going anywhere else. I like being here. This infrastructure is marvelous. These people, they're marvelous. I want to stay here. This is very important. Long way to go before you look at the moment where you roar with that goal. Step by step, many countries, they didn't have that, and they started doing that 10, 15 years ago, and very quickly they reached the level. Many Asian countries, they did it. Speaking about South Korea, Japan, all that thing. And we could see that in the... Exactly. You see that in World Cups, you see that in competitions, in the level of their players developing, the league becoming stronger, the league having more teams, more quality, more players, more teams. Everything's connected. Now 2 more games to go. Where do you see the team? Well, we see the 2 last games, like with the fighting spirit, that we can achieve a couple of more points to qualify for playoffs and then get ready to playoffs to be again one nice surprise in the playoffs, to reach the highest possible level. So this is our objective. Let's hope for that. So how much have we adapted to the food, the culture, the habits? Without any problem, I think. I like everything what we have here, especially the food, especially the way we, very often when we have this free time, we go around, we try these local specialities. So it's nice, I like it. I really like it. From all the way from the East Bloc to... Yeah. This is kind of life experience, a life-changing experience that stays for all your life in your heart. So I like being here. I like being part of this community. I like being in Kochi. I like every moment being part of this club. The moment when we play this home game and the moment we go out of that tunnel into that pitch and I hear the chants, I hear the fans, this is something priceless. It's a goosebumps, giving something in your heart. This is something that you don't want to change. I want to be here. Just one question. How did you become a coach? I was close to the end of my playing career. I was playing in Belgium. And one day, I was working with one coach for about 3 years. I was already for a long time into that club. And one day during one training session, my coach asked me, have I ever thought about writing me into the coaching education system program in Belgian Federation? I was surprised, saying no, and asking him why. And he was telling me that the way how he sees the way how the other players are looking at me in the dressing room. I was back then kind of captain, leader, and I was thinking, yeah, maybe right. And then after that season, I went playing in China. Coming back after the next season, he was asking me to come back to the club, play for the club. I arrived back, starting pre-season. He was asking me, have I done that, like writing me into educational coaching system? I said no. So then he said, okay, I'll do that. You'll be in my group because I want you to go there. And actually it was August
I decided to stop during the pre-season. Even I had the contract, I decided to stop playing because I felt that it was the time to stop. And in September, I started coaching education program. And then very quickly it started being serious. The way I look at it now, it changed my perspective for a big deal, because playing period, coaching periods, two different worlds. So this playing period now gives me only facility, like easing my time, like, okay, I recognize why one player is feeling like that, or I recognize what he's doing, because I was doing that the same a long time ago. Now as a coach, it's a different world. You have so many other things, but I'm really glad that I went through it. It was pleasure. For about 4 years in that education, it was pleasure, really pleasure. And now I look at football with a different view. So it wasn't very well schemed, but it wasn't an accident either. No, it was maybe planned to be, but the coach was kind of, because as a player, closer you are to the end, you think about your future. You think about what will I do, because the unbearable truth moment of one football player throughout your whole career, you know, every season you start a new season, you start the pre-season preparation, trainings, and you go with it. One day, it just stops. And then, as a, let's say a student, you finish your university, you start one career, whatever it is, and you go through, like, your life is going on, you know, till 65 something, pension, you go to retirement. As a football player, you start doing something when you are young enough, you grow up, you become serious guy, there is family, wife, kids, and then you're doing something for 15, 20 years if you're lucky, without injuries. One day, it stops, and one day you say to yourself, okay, what should I do now? And many players, they lost themselves. If you don't prepare this part of your life, whether is it later staying in football or a management part or whatever it is, any kind of business, if you don't get ready for that, you get lost. So, and for me, football was always like, I want to be part of that. I want to be, especially as a coach, I like that feeling of a dressing room, before the game, after the game, during the game. I like that. So I'm really doing it with pleasure. Such a pleasure, Coach Thank you very much. Ivan Vukomanovic, and I hope that you're not just part of Kerala Blasters, you'll be part of Kerala and be part of that Indian team which one day will play the World Cup. Let's hope. Let's hope. Thank you very much. Thank you so much for joining me. Thank you, my pleasure. Kerala. Thank you. ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റസമ്മത മൊഴി ഇനിയും എം ശിവശങ്കർ നൽകിയിട്ടില്ല. ആ ഒരു കുറ്റസമ്മത മൊഴി ഇല്ലാതെ ഈ കേസ് ദുർബലമാകുമോ എന്ന ഭയം ഇഡിക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. ഒപ്പം ഈ ശിവശങ്കരൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശിവശങ്കരൻ തുടരുന്ന മൗനം ഭജിക്കുക, ആ ഒരു ലക്ഷ്യം കൂടി ഇഡി കാണുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശിവശങ്കരനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തിയത് ശിവശങ്കരന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലൻ നായരെയാണ്. അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. സ്വപ്നയ്ക്ക് വേണ്ടി ലോക്കർ തുറന്നു നൽകിയത് ശിവശങ്കർ ആണ് എന്ന മൊഴിയിൽ വേണുഗോപാൽ ഉറച്ചു നിന്നു. ഇത് സത്യത്തിൽ ഇതൊരു കുരുക്കായിരുന്നു ശിവശങ്കറിന്. അതിന് തുടർച്ചയായ ദിവസം വിളിച്ചു വരുത്തിയത് ലൈഫ് മിഷന്റെ മുൻ സിഇഒ ആയ നമ്മുടെ UV ജോസിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് പങ്കില്ല, കരാർ ഒപ്പിട്ടത് താനാണ്, കരാർ രേഖകൾ ഉണ്ടാക്കിയത് എം ശിവശങ്കറാണ്, അതിൽ കവിഞ്ഞ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല എന്നും UV ജോസ് ഇഡിയെ അറിയിച്ചു. ഒപ്പം അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക്കും റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ ആ കരാർ തന്റെ കയ്യിലില്ല എന്നും UV ജോസ് അറിയിച്ചിട്ടുണ്ട്. കരാർ നേരെ വിജിലൻസിന് കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൈമാറിയതാണ്, അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് UV ജോസ് പറയുന്നത്. ഏതായാലും ഈ കരാർ കിട്ടാത്തത് സ്വാഭാവികമായും ഈ അന്വേഷണ ഏജൻസിയെ, പ്രത്യേകിച്ചും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുഴയ്ക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചെടുക്കണം എങ്കിൽ ഈ കരാർ അത്യാവശ്യമാണ്. അത് വിജിലൻസിൽ നിന്ന് ഇനി എങ്ങനെ നേടിയെടുക്കാം എന്നൊരു ചിന്തയും ആശങ്കയും ഇഡിക്കുണ്ട്. അതേസമയം ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയുമാണ്. അഭിലാഷ്, അതായത് സുവി, ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഈ വാട്സപ്പ് ചാറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന സാഹചര്യമുണ്ടല്ലോ. അതോടൊപ്പമാണല്ലോ സ്വപ്നയും
CN രവീന്ദ്രനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിലെ സാഹചര്യത്തിൽ CN രവീന്ദ്രനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ തേടുന്നതിലേക്ക് ED കടക്കുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? CM രവീന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ED CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് കോവിഡ് ആണ് എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുകയായിരുന്നു. അതിനുശേഷം ഒരു വിളിച്ചു വരുത്തലോ ചോദ്യം ചെയ്യലിലേക്കോ ED കടന്നിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ M ശിവശങ്കർ കുരുക്കിലായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി CM രവീന്ദ്രനിലേക്ക് അന്വേഷണം നീളാനുള്ളൊരു ഘട്ടമുണ്ട്. കാരണം CM രവീന്ദ്രന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ CM രവീന്ദ്രൻ, ഒപ്പം തന്നെ M ശിവശങ്കർ, സ്വപ്ന സുരേഷ്, അതുപോലെ യദു കൃഷ്ണൻ, സന്ദീപ് നായർ, സരിത്ത്, ഇങ്ങനെ സന്തോഷ് ഈപ്പൻ, ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു കണ്ണി ഉണ്ടായിരുന്നു. UAE കോൺസുൽ ജനറൽ ഉൾപ്പെടെയുള്ള ഒരു കണ്ണികൾ ഉണ്ടായിരുന്നു എന്നാണ് ED കരുതുന്നത്. ആ കണ്ണി വലകൾ കണ്ടെത്തുകയാണ് EDയുടെ ഇനിയുള്ള ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം രേഖപ്പെടുത്തിയ അറസ്റ്റും ഈ M ശിവശങ്കറിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് കക്ഷികളെ, അതായത് ഒന്നാം പ്രതി തൊട്ടുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യവും ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ തേടുക എന്നത് ആണ് ED ലക്ഷ്യമിടുന്നത്. അതിനാദ്യം വേണ്ടത് M ശിവശങ്കറിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നമുക്കറിയാം, വിരമിച്ച ഒരു IAS ഓഫീസറാണ് അദ്ദേഹം. അധികാരത്തിന്റെ പരിലാളനകൾ അദ്ദേഹത്തിന് ഇനി കിട്ടില്ല എന്നൊരു പ്രതീക്ഷ ED വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPM പ്രതിരോധത്തിലാകുമ്പോഴും ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുമോ? എന്തായിരിക്കും അദ്ദേഹം അധികാരത്തിൽ നിന്ന്, അതായത് സർവീസിൽ നിന്ന് പുറത്തു പോന്ന ശേഷം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മൊഴി EDക്ക് ലഭിക്കുമോ എന്നാണ് ED ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ നിലവിലെ സാഹചര്യത്തിൽ ശിവശങ്കറെ സംരക്ഷിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇടതു നേതാക്കളെല്ലാം ശിവശങ്കറെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും സുബി സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. വളരെ പ്രധാനപ്പെട്ട പദവിയായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്നത്. സംശയ നിഴലിൽ ആയതിനു ശേഷവും വീണ്ടും അദ്ദേഹത്തിന് പദവി നൽകിയതുൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സുബി സൂചിപ്പിച്ചൊരു കാര്യം എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം പ്രതിരോധത്തിലാകുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒന്നാണ്. റെഡ് ക്രസൻറ്റും യുണിടാക്കും തമ്മിലുള്ള ധാരണയാണ്. അതിൻ്റെ ഇടനിലക്കാർ എന്ന നിലയിൽ ആരെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും? പൊതുഖജനാവിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ സർക്കാർ തലത്തിലുള്ളവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ചാറ്റുകൾ പുറത്തു വരുമ്പോൾ ആ പ്രതിരോധം പാളുന്ന സാഹചര്യം കൂടിയുണ്ടോ? തീർച്ചയായും ആ പ്രതിരോധം, എത്ര കാലം ഇത്തരത്തിൽ ഒരു പ്രതിരോധം CPMന് അല്ലെങ്കിൽ സർക്കാരിന് പറഞ്ഞു നിൽക്കാനാകും? പ്രത്യേകിച്ചും വളരെ നിർണായകമായ പോസ്റ്റിലിരുന്ന ആളായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു M ശിവശങ്കർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംശയ നിഴലിൽ നിൽക്കുന്നയാൾ പദവിയിൽ തുടരുന്നയാളാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷത്തിനിടെ ഗാർഹിക പീഡനം കാരണം മരിച്ചത് 85 യുവതികളാണ്. ഗാർഹിക പീഡന കേസുകളുടെ എണ്ണം 10,000-ലേറെ വരും. കൊല്ലത്തെ വിസ്മയയും ആലുവയിലെ മോഫിയ പർവീനുമെല്ലാം ഇതിന്റെ ഇരകളാണ്. പെണ്ണെല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിയണമെന്നാണ് ചില മാതാപിതാക്കളുടെ പോലും ഉപദേശം. ഭർതൃവീടുകളിൽ നിന്ന് ഇപ്പോഴും നിരവധി സ്ത്രീകളുടെ നിലവിളി ശബ്ദം കേൾക്കാം. അങ്ങനെ ഭർതൃവീട്ടിലെ പീഡനം 10 വർഷത്തിലധികമായി സഹിച്ചുമെടുത്ത ഒരു സ്ത്രീ പോലീസ് പട്രോളിനെ സമീപിച്ചു. അവർ അനുഭവിച്ച ദുരിത ജീവിതം, പോലീസിൽ നിന്നും നീതി ലഭിക്കാത്ത അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. പോലീസ് പട്രോളിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ സ്വദേശിനി ഹസീന ആരോഗ്യവകുപ്പിലെ നഴ്സിംഗ് ഓഫീസറാണ്. 2 പെൺകുട്ടികളുടെ അമ്മ. ഹസീനയ്ക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹവും അധികാരികളും കാതു തുറന്നു കേൾക്കണം.
ഭർത്താവ് ഷബീബും മാതാപിതാക്കളും ചെയ്ത കൊടിയ പീഡനങ്ങളിൽ നീറിക്കഴിയുന്ന യുവതി. 2 പെൺകുട്ടികളെ ഓർത്താണ് എല്ലാം സഹിച്ച് ഭർത്തൃവീട്ടിൽ കഴിയുന്നത്. പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ കേസെടുത്തു. പക്ഷേ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം. ഭർത്താവിന്റെ ബന്ധുവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിലെന്നാണ് ഹസീന പോലീസ് പട്രോളിനോട് തുറന്നു പറയുന്നത്. പതിനെട്ട് വർഷം മുൻപായിരുന്നു മൂവാറ്റുപുഴ സ്വദേശി ഹബീബുമായുള്ള ഹസീനയുടെ വിവാഹം. ആദ്യം സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവം. മക്കളെ ഓർത്ത് സ്വന്തം വീട്ടിൽ പോലും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. ഭർത്താവ് വിദേശത്തായതോടെ ഭർത്താവിന്റെ ബന്ധുക്കൾ മാനസികമായി പീഡിപ്പിച്ചു. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും പൊതുവെ പുറത്തൊക്കെ അറിയുമല്ലോ, അതുകൊണ്ട് ഞാനത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയായിരുന്നു. ഇതിനു മുമ്പ് തന്നെ എന്നോട് പെരുമാറിയ പോലെ തന്നെ ചേട്ടൻ്റെ വൈഫിനോട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കാണുമായിരുന്നു. അടുത്തത് എനിക്കാണ് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നാലും ഞാനതെല്ലാം സഹിച്ചങ്ങനെ നിന്നു. ആരോഗ്യവകുപ്പിലെ സ്റ്റാഫ് നഴ്സായ ഹസീന ജോലിക്ക് പോകുന്നതിനോടും ഭർത്തൃവീട്ടുകാർക്ക് വിയോജിപ്പാണ്. ഇതിന്റെ പേരിലും ദ്രോഹിച്ചു. പലതവണ വാഹനത്തിന്റെ കാറ്റഴിച്ചു വിട്ടു. ചോദ്യം ചെയ്തപ്പോഴെല്ലാം മർദ്ദനം. ഒരിക്കൽ ഭർത്താവിന്റെ സഹോദരൻ ക്രൂരമായി മർദ്ദിച്ചു. ഇതോടെയാണ് ആദ്യമായി പോലീസിൽ പരാതിപ്പെടുന്നത്. 2 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. 2 പേർക്ക് സ്കോളിയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, നട്ടല് വളയുന്നത്. അപ്പോൾ ആ സമയത്ത് ട്രീറ്റ്മെന്റിന്റെ പൈസ ചോദിക്കാൻ, അതായത് 2 വർഷം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു. ഹസ്ബൻഡ് പൈസ ഒന്നും തന്നിരുന്നില്ല. പിന്നെ 3ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം പറഞ്ഞു, നീ ട്രീറ്റ്മെന്റ് മുടക്കരുത്, കുട്ടിയെ ട്രീറ്റ്മെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് മോള് ഫോണിൽ പറയുമ്പോൾ വാപ്പ ഇങ്ങനെ എന്താ നല്ലൊരു പാട്ട് കേട്ടാലും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കൂലേ, അതേപോലെയായിരുന്നു മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാനിത് എന്തായാലും അവിടെ വീട്ടിൽ പറയൂ ഈ കാര്യം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വാപ്പ പറഞ്ഞു, അനിയനോട് പോയി അടിക്കടാ അവളെന്ന്. അങ്ങനെ അനിയൻ എൻ്റെ പുറകെ ഓടി വന്ന് അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് എന്നെ കടന്നു പിടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തത് ഈ സഹപ്രവർത്തക ഈ ചേച്ചിമാർ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് അവർ പറഞ്ഞത്, പിന്നെ ഇത് സിസ്റ്റർ ഇങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. അങ്ങനെയാണ് ആദ്യമായിട്ട് പോലീസിൽ പരാതി കൊടുത്തത്. ഭർത്താവ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കൊടിയ പീഡനങ്ങൾ. നേരത്തെ നടുവിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഹസീനയുടെ ആരോഗ്യം പോലും പരിഗണിക്കാതെ ഉപദ്രവിച്ചു. പലപ്പോഴും എന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ഡിസംബർ 21 ഇതേപോലെ ഭയങ്കര ആയിട്ട്, അത് എൻ്റെ മക്കള് കണ്ടു നിൽക്കുവാണ്. പരീക്ഷയുടെ സമയമാണ്, പിള്ളേരും ഭയങ്കര കരച്ചില്. അങ്ങനെ എന്നെ വാപ്പ ജനലിൽ അവിടെ വന്ന് മുട്ടിയിട്ട് ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ, ജനലിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് വാപ്പയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എടാ അവളുടെ ഇവിടെ കെട്ടിടിക്ക്, അവിടെ കെട്ടിടിക്കുക. എനിക്ക് നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. അപ്പോൾ വാപ്പ പറയണത് ഇവിടെ കെട്ടിടിച്ചാൽ അവളെ തളർന്നു പൊക്കോളും. അങ്ങനെയുള്ള മർദ്ദനായിരുന്നു. ആൺകുട്ടികളില്ലെന്ന് പറഞ്ഞ് തന്നെ ഒഴിവാക്കാനാണ് ശ്രമം. ഇക്കാര്യം ഭർത്തൃപിതാവ് തുറന്നു പറഞ്ഞിരുന്നു. ഗാർഹിക പീഡനം കാരണമാണ് ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ വിവാഹബന്ധം വേർപെടുത്തിയത്. തന്നെ ഉപദ്രവിക്കുന്നതും ആ ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ ചേട്ടന്റെ വൈഫ് ഇപ്പോൾ ഡിവോഴ്സ് വാങ്ങി അവർ പോയി. അതിനുശേഷം ചേട്ടൻ 2ാമത് കല്യാണം കഴിച്ചു. ആ പെൺകുട്ടിയോടും ആ ചേട്ടനും, അതായത് ചേട്ടന്റെ ഭർത്താവിന്റെ വീട്ടുകാരും അതെ ഇതേപോലെ തന്നെ മർദ്ദനായിട്ട് പുള്ളിക്കാരി ഇപ്പോൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കുക. പോത്താനിക്കാട് പോലീസിൽ ഗാർഹിക പീഡനത്തിനെതിരെ ഹസീന പരാതി നൽകിയെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസിന്റേത്. കേസെടുത്തെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ഭർത്താവിന്റെ ബന്ധുവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിലെന്നും ഹസീന ആരോപിക്കുന്നു. എന്നെ ഉപദ്രവിച്ചതിന്റെ എല്ലാ പേപ്പറുകളും എൻ്റെ അടുത്തുണ്ട്, ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ. പക്ഷെ ഇതുവരെയും പോത്താനിക്കാട് സ്റ്റേഷനിൽ നിന്ന് അത് എന്താണെന്നൊന്ന് വിളിച്ച് ഹസ്ബൻഡിനോട് ചോദിക്കുകയോ അങ്ങനെയൊന്നും അവിടുന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വാപ്പാടെ പെങ്ങളുടെ മകനുണ്ട്. ഇപ്പോൾ തൊടുപുഴ ക്രൈംബ്രാഞ്ചിൽ CI യൂനിസ് ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊന്നും അവിടെ യാതൊരു രീതിയിലും അവർ ചെയ്യുന്നില്ല. എനിക്ക് നീതി കിട്ടുന്നില്ല. എനിക്കെന്നല്ല, എനിക്കും എൻ്റെ മക്കൾക്ക് നീതി കിട്ടുന്നില്ല. കേസുമായി മുന്നോട്ടു പോയതോടെ അതിന്റെ പേരിലായി ഉപദ്രവം. തന്റെ സുരക്ഷ പരിഗണിച്ച് ഹസീനയുടെ വീട്ടുകാർ വീടിനുള്ളിൽ CCTV ക്യാമറകൾ വെച്ചു. അതിന്റെ DVR ഭർത്തൃവീട്ടുകാർ നശിപ്പിച്ചു.
ഉടുതുണിയൊഴികെ മറ്റെല്ലാം എടുത്തുകൊണ്ടുപോയി. ആരോഗ്യവകുപ്പിലെ നഴ്സിംഗ് ഓഫീസറായ ഹസീനയുടെ യൂണിഫോം നശിപ്പിച്ചു. 2 പ്രാവശ്യം SP ഓഫീസിൽ പോയി പരാതി കൊടുത്തു. പിന്നെ അതുപോലെ DYSPയുടെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ കേസ് അന്വേഷിക്കുന്ന DYSP ഡയറക്ടർ SP പറഞ്ഞതനുസരിച്ചാണ് നോക്കുന്നത്. പക്ഷേ അവർ റിപ്പോർട്ട് ചോദിക്കുന്നതെല്ലാം പോത്താനിക്കാട് സ്റ്റേഷനിലേക്കാണ്. പക്ഷേ പോത്താനിക്കാട് സ്റ്റേഷനിൽ യാതൊന്നും തന്നെ അവർ ശരിയായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഇപ്പം എനിക്ക് കോടതിയുടെ പ്രൊട്ടക്ഷനുള്ള എൻ്റെ യൂണിഫോമും എൻ്റെ എല്ലാ ഡ്രസ്സും ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ SI വന്ന് വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് CCTV ഉണ്ട്, അതിൽ നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുകളിൽ കയറി നോക്കുമ്പോൾ DVR വരെ എടുത്ത് മാറ്റിയിരിക്കുക. പക്ഷേ DVR പോയതിന് ഞാൻ വീണ്ടും പരാതി കൊടുത്തു. അതൊന്നും ഇതുവരെ സ്റ്റേഷനിൽ അവർ വന്ന് അവരോട് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ അവരെടുത്തിട്ടില്ല, അവർ നിരപരാധികളാണ്, അവരെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയക്കുക ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുമ്പോൾ. ഇതോടെ ഹസീന കോടതിയെ സമീപിച്ചു. കോതമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചു. പക്ഷേ പോലീസിൽ നിന്നും യാതൊരു നീതിയുമില്ല. സ്ത്രീ സുരക്ഷ പറയുന്ന നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഹസീനയുടെ പരാതി ഒന്ന് കേൾക്കണം. പലതവണ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങി മടുത്തു, കോടതിയെയും സമീപിച്ചു. പക്ഷെ ഇപ്പോഴും നീതി അകലെയാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസിന്റേത്. ഹസീനയ്ക്ക് സുരക്ഷ ഉറപ്പാക്കണം. പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസിനെതിരെ ശക്തമായ നടപടി വേണം. കൊച്ചിയിൽ നിന്നും ടോം കുര്യാക്കോസ്, ന്യൂസ് 18. ഹസീനയുടേത് ഈ കാലഘട്ടത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല. കായംകുളത്തു നിന്നും സമാനമായ മറ്റൊരു കേസാണ് വരുന്നത്. ഇവിടെ വില്ലൻ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയിലെ പ്രാദേശിക നേതാവാണ്. ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിൽ CPI ലോക്കൽ സെക്രട്ടറിക്കും കുടുംബത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും ചേർന്ന് മർദ്ദിച്ചതായാണ് ഷമീർ റോഷന്റെ ഭാര്യ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ് റോഷന്റെ ഭാര്യ കായംകുളം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. തുടർന്ന് പോലീസ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 വർഷം മുമ്പായിരുന്നു വിവാഹം. വിവാഹശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് റോഷൻ സ്ഥിരമായി മർദ്ദിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസവും ഇതേച്ചൊല്ലി വഴക്കുണ്ടായി. തുടർന്ന് ഭർത്താവ് ഷമീർ റോഷൻ ക്രൂരമായി മർദ്ദിച്ചു. ശരീരത്തിൽ ബെൽറ്റ് കൊണ്ട് അടിയേറ്റ പാടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായി. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് തന്നെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് പണത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും പേരിൽ പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ അറിയിച്ചിട്ട് അങ്ങനെ കുറേ തവണ വീട്ടുകാർ വന്ന് സംസാരിക്കുകയും ഒത്തുതീർപ്പാക്കിയൊക്കെ പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഓഫീസിൽ നിന്ന് സാലറി കിട്ടിയിരുന്നു. ആ സാലറി കൊടുക്കാത്തതിൻ്റെ പേര് പറഞ്ഞ് സംസാരം ഉണ്ടാവുകയും അതേ ചൊല്ലി ഹസ്ബൻഡ് സ്ത്രീധനത്തിൻ്റെ പേര് ബാക്കി സ്ത്രീധനം കൊടുക്കണമെന്നും മറ്റുമൊക്കെ പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുകയും ഹസ്ബൻഡിൻ്റെ വാപ്പായും ഉമ്മായും പെങ്ങളും ഒക്കെ ചേർന്ന് തന്നെ പിടിച്ച് വെള്ളി തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്താവും ഭർത്തൃമാതാവും ഭർത്തൃപിതാവും സഹോദരിയും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. തുടർന്നാണ് പോലീസ് ഗാർഹിക പീഡനത്തിന് കേസെടുത്തത്. ന്യൂസ് 18 കായംകുളം. വിവാഹവും പ്രണയവുമെല്ലാം ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് ബന്ധനമാണ്. പങ്കാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നതിന് പോലും വിലക്കേർപ്പെടുത്തും. ഇങ്ങനെ കാസർഗോഡ് നിന്നും ഒരു നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ആൺസുഹൃത്ത് പ്രശ്നമുണ്ടാക്കി, കലഹമുണ്ടാക്കി. ഇതിൽ മനംനൊന്ത് പെൺകുട്ടി ജീവനൊടുക്കുകയായിരുന്നു. വള്ളിക്കുന്ന് അരിയല്ലൂരിൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ചേളാരി വളപ്പിൽ സ്വദേശി മുണ്ടൻകുഴിയിൽ ഷിബിൻ എന്ന 24-കാരനെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മരിച്ച സുനിഷയുമായി ഷിബിൻ ഇഷ്ടത്തിലായിരുന്നു. മൊബൈൽ ഫോണിൽ സുനിഷ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ഷിബിൻ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. പ്രണയദിനത്തിലും തർക്കം തുടർന്നു. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഷിബിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷന് വടക്കുഭാഗത്താണ്
യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 തിരൂർ. പോലീസ് പട്രോൾ ഇനി പോകുന്നത് ഒരു വാഹനമോഷണ പരാതിക്ക് പിന്നാലെയാണ്. കൊല്ലം സ്വദേശി ജോൺ പാപ്പന്റെ ഇരുചക്ര വാഹനം കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മോഷണം പോയി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? ജോൺ പാപ്പൻ തന്നെ ന്യൂസ് 18നൊപ്പം ചേരുന്നുണ്ട്, പോലീസ് പട്രോളിനൊപ്പം ചേരുന്നുണ്ട്. താങ്കളുടെ വാഹനം കഴിഞ്ഞ ദിവസം മോഷണം പോകുന്നു, പിന്നീട് എന്താണ് സംഭവിച്ചത്? അത് 9-2 തീയതി ഫെബ്രുവരി 4 മണിക്ക് ഈസ്റ്റ് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഈസ്റ്റ് സൈഡിൽ ഫ്ലൈ ഓവറിൻ്റെ ഓപ്പോസിറ്റായിട്ട് പാർക്ക് ചെയ്തായിരുന്നു. അന്നേരം പിറ്റേ ദിവസം 10-2 9:45 ഇവിടെ വന്നപ്പം അത് മോഷണം പോയതായിട്ട് ഞാൻ ഉടനെ വന്ന് ഇവിടെ അറിയിക്കുകയും ഇവിടുത്തെ SI വന്ന് അത് നോക്കുകയും ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം ഈ മോഷണം പോയ സംഭവത്തിന് ശേഷം പോലീസിനെ സമീപിച്ചു. പിന്നീട് വാഹനം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതെന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പോയതിനു ശേഷം പിറ്റേ ദിവസം പിന്നെയും ഞാൻ കൊല്ലത്ത് പോയി. എൻ്റെ അമ്മ സീരിയസ് ആയിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിനുവേണ്ടി ഞാൻ പിന്നെയും തിരിച്ചു പോയപ്പം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഫോൺ വന്നത്. നിങ്ങൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു വണ്ടി എൻ്റെ നമ്പർ പറഞ്ഞു, ഈ നമ്പർ ഇവിടെ തോപ്പുംപടിയിൽ അന്തിച്ചന്തയുടെ പുറകുവശമായിട്ട് ഇങ്ങനെ കത്തി എരിക്കുന്ന നിലയിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, അവിടെ സംസാരിച്ചു. അങ്ങനെ അതിനുശേഷം കടവന്ത്ര പോലീസിൽ നിന്ന് പിറ്റേ ദിവസം ഇൻഫർമേഷൻ കിട്ടി, ഇങ്ങനെ ഇത് ചെയ്തേക്കുക, വണ്ടി അവിടെ കത്തി നിലയിലുണ്ടെന്ന് പറഞ്ഞു. ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? പോലീസ് എങ്ങനെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്? നമ്മുടെ കംപ്ലയിന്റ് നാം രജിസ്റ്റർ ചെയ്യാൻ വന്ന ദിവസം ഒരു ജയൻ എന്ന് പറഞ്ഞ ഒരു കാർ നഷ്ടപ്പെട്ട ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം ഒളിഞ്ഞിരുന്ന് ഇവിടെ കാറിനകത്ത് നോക്കുന്നു. അയാളുടെ കാറ് മാരുതി 800 കളവ് പോയായിരുന്നു. കളവ് പോയതിനു ശേഷം 1-2 ദിവസത്തിനകം പിന്നെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഈ ഒളിഞ്ഞിരുന്ന് പുള്ളി കാറിനകത്ത് നോക്കുവായിരുന്നു ആരാണെന്ന് ഇതൊന്ന് നോക്കിയപ്പം ഒരു വെള്ളി മുന്നേക്കകത്ത് ഒരു 4 പേര് അവിടെ ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ മോഷണം ചെയ്തു. ഇദ്ദേഹം അതിൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷേ ഇവർ അടുത്ത് വരെ വരാത്തത് കൊണ്ട് ഇവരെ പേടിച്ചുകൊണ്ട് അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങാതെ അദ്ദേഹം അവരങ്ങ് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് പുള്ളി ഈ കാര്യം സ്റ്റേഷനിൽ അറിയിച്ചു. ആ വ്യക്തിയാണെന്നാണ് താങ്കളുടെ സംശയം? അത് തന്നെ. അതുകൂടാതെ ഞാൻ തോപ്പുംപടി ആ എരിഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരാൾ വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞു ഇവിടെ ഈ വണ്ടി കത്തിയിരിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ആ ചുമന്ന വണ്ടി പാർക്ക് 1-2 ദിവസത്തേക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അതിന്റെ ഓണറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ഓണർ ആ വണ്ടിയുടെ നമ്പർ പറഞ്ഞപ്പോൾ ആ സെയിം വണ്ടി കളഞ്ഞുപോയ ആ സെയിം വണ്ടി അവിടെ കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു. വ്യക്തമാണ് ഈ ജോണിന്റെ വാഹന മോഷണ കേസിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട്. ആരാണ് ജോണിന്റെ ബൈക്ക് മോഷ്ടിച്ചത്? പോലീസ് ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തണം, മോഷ്ടാവിനെ കണ്ടെത്തണം. പോലീസ് പട്രോൾ ഇനി പോകുന്നത് കാസർകോട്ടേക്കാണ്. അവിടെ നിന്നും ഒരു റാഗിംഗ് പരാതി വരുന്നുണ്ട്. പൈവളികെ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. +2 കൊമേഴ്സ് വിദ്യാർത്ഥിയായ പെർവാടിയിലെ 17 വയസ്സുകാരനാണ് സഹപാഠികളുടെ റാഗിങ്ങിന് ഇരയായത്. മർദ്ദിക്കുകയും വെളുത്തുള്ളി സ്പ്രേ മുഖത്തടിക്കുകയും ചെയ്തുവെന്ന് വിദ്യാർത്ഥി പറയുന്നു. മുഖത്തും ദേഹത്തും പരിക്കേറ്റ കുട്ടി ചികിത്സ തേടി. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തുവച്ചാണ് മർദ്ദനമേറ്റത്. റാഗിംഗ് സംബന്ധിച്ച് കുട്ടിയുടെ ബന്ധുക്കൾ മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. നേരത്തെയും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് പരാതിയുണ്ടായിരുന്നു.
ന്യൂസ് 18 കാസർഗോഡ്. ജോലിയുടെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. മലപ്പുറത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഈ കേസിൽ മലപ്പുറം സ്വദേശി ജിബി പാറയിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സെൻട്രൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ എന്ന സ്ഥാപനം വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. ഭാരതിയാർ BFK മധുരൈ കാമരാജ് സർവകലാശാലകളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കീം വഴി കോഴ്സുകൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഡിഗ്രി, PG, MBA കോഴ്സുകൾക്ക് നിരവധി പേർ ചേർന്നു. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പണവും പലരും നൽകി. എന്നാൽ ഇത് തിരിച്ചു നൽകാത്തതിനാൽ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം സെന്ററുകൾ വഴി നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. സെൻട്രൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് നമുക്കിപ്പോൾ നിലവിലൊരു ബ്രാഞ്ചുണ്ട്. അത് കൂടാതെ ഇവർക്ക് 2 ബ്രാഞ്ചുകളുണ്ട്, എറണാകുളത്തും കോഴിക്കോടും. ഇങ്ങനെ 3 ബ്രാഞ്ചുകളിലായിട്ട് 100-ലധികം പരാതികളുണ്ട്. നമ്മളെ സംബന്ധിച്ച് മലപ്പുറത്ത് തന്നെ ഏകദേശം 50-ലധികം പരാതികൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. PGക്കും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളും PTC ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറയും. പക്ഷേ സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും നടക്കുന്നില്ല. സർട്ടിഫിക്കറ്റും ഇല്ല, അവരുടെ പൈസയും കിട്ടുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ ജിബിയെ മലപ്പുറത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഓൾറെഡി നമ്മൾ ഒരു FIR ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിലൊരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടായി. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ജിബി എന്ന് പറയുന്ന ജിപ്തിയാസ്, അയാൾ മലപ്പുറം കോടൂർ വലിയാട് സ്വദേശിയാണ്. അയാളെയാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും മറ്റു കേസുകൾ നമുക്ക് എടുക്കാനുണ്ട്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇനിയും കേസുകൾ എടുക്കാനുണ്ട്. 1-ൽ കൂടുതൽ പരാതി നമുക്ക് ഇനി പെൻഡിങ് ഉണ്ട്. അപ്പോൾ നിലവിൽ 2-3 കേസ് ഇന്ന് തന്നെ നമ്മൾ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. റെന്റേ കാർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കൊച്ചിയിൽ നിന്ന് യുവാവിനെ ഗുരുവായൂരിലെത്തിച്ച് മർദ്ദനം. എറണാകുളം സ്വദേശി അഭിജിത്തിനെയാണ് മർദ്ദിച്ച ശേഷം പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തത്. സംഭവത്തിൽ 2-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം നവംബർ 21-നാണ് കേസിനാസ്പദമായ സംഭവം. വാടകയ്ക്ക് കാർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് അഭിജിത്തിനെ മന്ദലാംകുന്ന് ബീച്ചിലെത്തിച്ച് മർദ്ദിച്ചെന്നാണ് കേസ്. പണവും മൊബൈലും അക്രമികൾ കവരുകയും ചെയ്തു. സംഭവത്തിൽ വടക്കേക്കാട് സ്വദേശി മുബഷീർ, ചാവക്കാട് പുതിയങ്ങാടിയിലെ മുഹമ്മദ് റഷീദ് എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ പ്രതികളുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ്. അഭിജിത്തിന്റെ മൊബൈലും ബാഗും പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഗുരുവായൂർ. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഇപ്പോഴും അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ് കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. സംഭവം അറിഞ്ഞ് CPM പ്രവർത്തകർ ഈ കേന്ദ്രം അടിച്ചു തകർത്തു. കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കെട്ടിടത്തിലെ 3-ാം നിലയിലായിരുന്നു പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. CPM ഏരിയ സെക്രട്ടറി CA സുബൈറിന്റെ നേതൃത്വത്തിലുള്ള 25ഓളം പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് കേന്ദ്രം പൂട്ടിച്ചത്. ഏറെ നാളായി ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. സംഭവ സമയത്ത് മുറിയിൽ 4 യുവതികളുണ്ടായിരുന്നു. ഇവരിൽ 2 പേർ ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ പെൺകുട്ടികളാണ്. ഇടപാടുകാരായ 2 പേരെയും യുവതികളെയും പ്രവർത്തകർ കുമ്പള പോലീസിന് കൈമാറി. ഒരു ദിവസം 5000 രൂപയായിരുന്നു പ്രതിഫലം.
ഞങ്ങൾ ആ അനാശ്വാസ കേന്ദ്രത്തിൽ പിന്നെ സമരവുമായി എത്തുമ്പോൾ അവിടെ 2 മലയാളികൾ ഉൾപ്പെടെ 4 പെൺകുട്ടികൾ അവിടെ ഈ അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിൽ 2 ആളുകൾ പിന്നെ മലയാളികളല്ല. അവർ പറഞ്ഞത് 5000 രൂപ ഞങ്ങൾക്ക് ഡെയിലി തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന നിലയിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ഈ കസ്റ്റമറായി വന്നിട്ടുള്ള 2 ആളുകളും ഉണ്ടായിരുന്നു. അവരെ എല്ലാം ഞങ്ങൾ അടിച്ചോടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ സ്ത്രീകളെയും ഞങ്ങൾ അവിടെ നിന്ന് വിടുകയാണ് ചെയ്തത്. അതിൽ 2 മലയാളികളല്ലാത്ത സ്ത്രീകളെ ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പെൺവാണിഭ സംഘത്തിൽപ്പെട്ടവർ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലും അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നതായി ആരോപണമുണ്ട്. അനധികൃത കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. കുമ്പള പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായി ഇത്തരമൊരു കേന്ദ്രം നാളുകളായി പ്രവർത്തിച്ചിട്ടും നടപടിയൊന്നും സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഉടമയെ അറിയിക്കാതെ സഹകരണ ബാങ്ക് അധികൃതർ പണയം വെച്ച സ്വർണം ലേലത്തിൽ വിറ്റതായി പരാതി. ഇടുക്കി പട്ടം കോളനി സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഇങ്ങനെ ലേലത്തിൽ വിറ്റത്. രാമക്കൽമേട് സ്വദേശിയായ പൊന്നവിളിയിൽ സ്മിത പ്രദീപാണ് പരാതിക്കാരി. തൂക്കുപാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പട്ടം കോളനി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 2021 ഫെബ്രുവരിയിലാണ് ഇവർ സ്വർണ്ണപ്പണയത്തിന്മേൽ 1 ലക്ഷം രൂപ വായ്പയെടുത്തത്. ഈടായി 3.5 പവനോളം സ്വർണം നൽകി. പിന്നീട് 2 തവണയായി 27,000 രൂപ തിരികെ അടച്ചു. പണയം വെച്ച സ്വർണം തിരികെ എടുക്കാൻ ചെന്നപ്പോൾ ലേലം ചെയ്തതായി ബാങ്ക് അധികൃതർ അറിയിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് മുൻകൂട്ടി നോട്ടീസ് നൽകിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഞാൻ 3.5 പവന്റെ സ്വർണം പണയം വെച്ച് 1 ലക്ഷം രൂപ എടുത്തു. 2 തവണയായിട്ട് 27,000 രൂപ ഞാൻ പലിശ അടച്ചു. ഈ മാസം 8-ാം തീയതി ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ ലേലം വിളിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ അവർ പറഞ്ഞു നിയമത്തിന്റെ വഴി വെക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നെടുങ്കണ്ടം സ്റ്റേഷനിൽ നിന്നും കൊണ്ട് കടലാസ് കൊടുത്തു, AER ഓഫീസിലും കൊണ്ട് കടലാസ് കൊടുത്തു. അപ്പോൾ അവർ അന്വേഷിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ലേലം ചെയ്തതെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. 2 വർഷം കൊണ്ട് 7,000 രൂപ മാത്രമാണ്